നമുക്ക് ഇൻസ്പിറേഷൻ മമ്മൂക്കാരെ എപ്പോഴും ചോദിച്ചു പടമൊന്നുമില്ലേ. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കുന്നത് വളരെ യങ്ങായിട്ട് കല്യാണം കഴിച്ചതിൽ എപ്പോഴെങ്കിലും ഇപ്പൊ നോക്കുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ചു. പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. ഏറ്റവും അധികം പെട്ടുപോയ സ്ഥലം ഏതാ? അതും ഞങ്ങൾ വിചാരിച്ചു നടുക്കടലിൽ ബോട്ട് നീ ചത്തു, അതിനകത്ത് 2 താങ്ക് യു എന്ന് അവർ പറയത്തില്ല എന്നല്ലേ പറയല്ലോ, ഇങ്ങനെ വലിച്ചങ്ങനെ ആണ്. ഒത്തിരി ചിരിപ്പിക്കുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സങ്കടം എപ്പോഴും ഒളിച്ചു കിടപ്പുണ്ടായിരിക്കും. കുഞ്ഞുനാളിൽ മുതൽ 9ാം ക്ലാസ് വരെ ആയിരുന്നു പപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എൻ്റെ പപ്പയോടായിരുന്നു. പെട്ടെന്ന് ഡാഡിയും മരിച്ചു. അപ്പോൾ ഡാഡി മരിക്കുന്ന സമയത്ത് ഞാൻ സൂര്യ മ്യൂസിക്കിൻ്റെ ഫ്ലോറിൽ നിൽക്കുക, വേറെ സ്കൂളിലായി. അവിടെ എനിക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു യൂണിഫോം ഇട്ടുകൊണ്ട് പോകില്ല. എൻ്റെ സീനിയേഴ്സ് ഉപയോഗിച്ച യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നാമത് നമ്പർ അറിയത്തില്ല, ഫാൻസി നമ്പർ, പ്രൈവറ്റ് പാർവതി നമ്പരൊക്കെ ആയിരിക്കും. ഹലോ, പൃഥ്വിരാജാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റേഡ്. അപ്പം മൊത്തത്തിൽ അപർണയുടെ 3 എപ്പിസോഡും പിന്നെ അടുപ്പിച്ച് 2 എപ്പിസോഡും വന്നപ്പോൾ ഏറ്റവും അധികം വന്ന കമൻറ്റാണ് ജീവ എന്താ വരാത്ത, ജീവ എന്താ കൊണ്ടുവരാത്തതെന്ന്. ജീവ വന്നിരിക്കുകയാണ് ഗൈസ്, ഫൈനലി. അതെ, വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിലും ഇനി എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. ഇല്ല, ജീവ വന്നു, ഐശ്വര്യം ഇനിയും തുടങ്ങട്ടെ. അല്ല, എൻ്റെ ചാനലിന് റീച്ച് പോയപ്പോൾ ഞാൻ അപർണ തിരിച്ചു വിളിച്ചു, എനിക്ക് റീച്ച് കിട്ടണം പറഞ്ഞിട്ട്. അതാണ് ഞങ്ങൾക്കിപ്പോൾ പൂരത്തെറി കിട്ടുന്നുണ്ട്. അത് കണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളൊരു ചെറുതായിട്ടൊരു കളർ ഡിസ്ക്രിമിനേഷന്റെ കാര്യം ഒന്ന് സംസാരിച്ചായിരുന്നു. 2 പേർക്കിട്ടും കിട്ടുന്നുണ്ട്, മേക്കപ്പ് കഴിക്കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴും ഒരാളുടെ അഭിപ്രായം ഒരാൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ഇഷ്ടപ്പെടാത്തവരെ അതിനെതിരെ പറയട്ടെ, സ്വാഭാവികമാണ്. അതെ, പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു, അത്രേ ഉള്ളൂ. പോത്തില്ല, അതാണ് പറഞ്ഞിട്ട് പോത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ഞാൻ ആദ്യം തന്നെ ജീവയുടെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ചോദിക്കണം എന്ന് ആലോചിച്ച കാര്യമാണ്, എങ്ങനെയാണ് ഇത്ര ഫണ്ണി ആയത്? അറിയത്തില്ല, ഫണ്ണിയാണ് ഞാൻ. അതെ അതെ, എനിക്ക് അറിയത്തില്ല, ചിലപ്പം സ്വതസിദ്ധമായിട്ട് കിട്ടിയതായിരിക്കും, അറിയത്തില്ല അതെങ്ങനെയാന്നുള്ളത്. പക്ഷേ പറയുന്നതിന് കുഞ്ഞുനാളെ മുതൽ ആൾക്കാർ ചിരിച്ചു തരാറുണ്ട്. ഇവനാ ചിരിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചിരിക്കും, അങ്ങനെ അവര് വളർത്തി വഷളാക്കിയതാ എന്നെ. പണ്ടത്തെ ചളിക്ക് ചിരിച്ചവരാണ് എൻ്റെ പ്രോത്സാഹനം. അതെ, എനിക്ക് ഞാൻ ഒരുപാട് പേരൊക്കെ ഓടിയിരിക്കുമ്പോൾ ചിരിച്ചു തന്നാൽ പിന്നെ കോൺഫിഡൻസ് കയറിട്ട് പിന്നെ ചറവറായി. അല്ല, ജീവ മറ്റേ നമ്മള് വേറൊരു ചാനലിന് ഇന്റർവ്യൂ എടുത്തില്ലായിരുന്നു, അപർണയും ജീവയും കൂടി ഇരുന്നിട്ട്, ഓർമ്മയുണ്ടോ? മറ്റേ ഫെബ്രുവരി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു എപ്പിസോഡ്, ഓർമ്മയില്ല? ഓ, അതിനെ ഞാൻ ചിരിച്ചിട്ട് എന്റെ കണ്ണിലൊക്കെ വെള്ളാങ്ങണ്ടേ. നമ്മള് പീക്കോയില്ലേ? അയ്യോ, ചിരിച്ച ചിരിച്ച് വയറുവേദന. ജീവ ചിരിക്കത്തൊന്നുമില്ല, ജീവ ഓരോന്ന് പറഞ്ഞിട്ട് ഞാനും അപർണയും കൂടി ഇരുന്നിട്ട് മൊട്ടൻ ചിരി. അല്ല, ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചാ തീർന്നു. അന്ന് പറയണം ഓർത്തൊരു കാര്യമുണ്ട്, അർജുന് കെൻഡൽ ജെന്നറിനെ അറിയാം, ഓർമ്മയുണ്ടോ? അപർണയെ പ്രേമിക്കാൻ വരുന്നവർ ശ്രദ്ധിച്ചാൽ മതി, കെൻഡൽ ജെന്നറിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, പ്രേമിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മറന്നുപോയെന്ന്. അർജുന് കെൻഡലിനെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഇപ്പോഴല്ലേ ആൾക്കാർക്ക് മനസ്സിലായ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന. പലരും ഇങ്ങനെ ഇരിക്കുക, ഞങ്ങളുടെ സിഗ്മ പോയല്ലോ, അങ്ങനെ ഇരിക്കുക. അതാ എന്താ അർജുൻ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എന്ത് പറയുന്നു വെച്ചാൽ മലയാളം പറയുന്നു. ഇതാണ് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് പറഞ്ഞ വ്യത്യസ്തമാക്കുന്നത്. അടിക്കാൻ പോകുന്നത് സാധനം നിലത്ത് വന്നറിഞ്ഞാലും സാധനം അടിച്ചിരിക്കും, അടിക്കാതെ വേറെ രക്ഷയില്ല. ചിരിച്ചു വളർത്തും ഞാൻ. എനിക്ക് അറിയത്തില്ല, ജീവ എന്ത് പറഞ്ഞാലും എനിക്ക് ചിരി വരും. നല്ലതായിട്ടാണോ? കുഴപ്പമില്ല. അല്ല, നിങ്ങളുടെ മറ്റേ കോവിഡ് ടൈമിൽ മുടി വെട്ടുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ ചിരിച്ച ചിരി. എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ രക്ഷപ്പെട്ട വേറെ കൂട്ടത്തിലുള്ള ഞാനും അർജുനൊക്കെ എന്ത് ചെയ്യണമെന്ന് പരക്കം പറഞ്ഞ് നടന്നപ്പോ മുങ്ങി താഴായിട്ട് പിടിച്ചത് യൂട്യൂബില വലിഞ്ഞു കയറി. അത് നമ്മള് വെറുതെ ഇരുന്നപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. എത്ര ദിവസം എന്ന് പറഞ്ഞ് വീടിന്റെ ഭിത്തിയും കണ്ട് പേരൻസിനെയും കണ്ട് പിന്നെ ഭാര്യയുടെ മൊത്തമൊക്കെ ഇരിക്കും. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല, ഇതൊക്കെ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നൈസ് അല്ലേ? അതെ അതെ, ഭയങ്കര വഴിത്തിരിവായല്ലേ. പിന്നെ വല്ലാത്ത വഴിത്തിരിവായി പോയി മുടി വെട്ടിയത്. ജസ്റ്റ് പാളല. പിന്നെ വേറെ പ്രശ്നമില്ല, ഇനി അഥവാ മുടി മൊത്തം അലമ്പായി പിന്നെ ഫ്രണ്ട്സിലെ അരവിന്ദന്റെ അവസാനത്തെ അതുപോലെ ആയാലും എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇതാ,
എവിടെ പോവാൻ വളരുമല്ലോ. കുറച്ച് ദിവസം വീട്ടിലിരുന്നാ പോലെ. പക്ഷെ അരവിന്ദന് അത്ര ആയില്ല. ഈ വൈഫ് ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഏറ്റവും അധികം ഗുണം എന്താണ്, ഏറ്റവും അധികം ദോഷം എന്താണ്? ദോഷം ഈസ് ലൈക്ക് ഞാൻ വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്നോട് പറയും വെറുതെ പുറത്തേക്ക് ഇറങ്ങരുത്, സ്കിൻ കെയർ സൺസ്ക്രീൻ ഇട്ടിട്ട് പോകണം. ഞാൻ പറഞ്ഞു സൺസ്ക്രീൻ ഇടാം, സാലിസിലിക് ആസിഡിന്റെ എന്തോ സാധനമുണ്ട്, അങ്ങനെ കുറെ ടേംസ് പറയും. സാലിസിലിക് ആസിഡ് എന്ന് പറയാൻ അറിയാതെ ഞാനിപ്പോഴാണ് പഠിച്ചത്. വൈറ്റമിൻ സി ഒക്കെ ഇങ്ങനെ ഗ്ലോ കാണുന്നില്ല. നന്നായി കാണാം. അതെന്താ, ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും താൻ ചെയ്യത്തില്ല. അപ്പൊ ഇതെങ്കിലും ഇട്. ഇതാണ് ഗുണം. പിന്നെ അല്ല, ദോഷം ഇതാ, ഗുണവും ഇതാ. ഗുണവും ദോഷവും ഇത് തന്നെ. നമ്മൾ എൻ്റെ മോസ്റ്റ്ലി എല്ലാ ആൺകുട്ടികളുടെയും റൂട്ടീൻ അല്ലെങ്കിൽ അവരുടെ വാർഡ്രോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് വാഷ് കണ്ടു, അല്ലെങ്കിൽ ഒരു ചീപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്ന് മാറിയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് റാക്കി കയറി. അപ്പോൾ ഞാനത് പിന്നെ പറഞ്ഞ എന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാനൊന്നും താല്പര്യമില്ല. ഇപ്പം ചെയ്യണ്ട കാര്യം, ഇപ്പോൾ ഉടൻ തന്നെ പ്രായമാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെ നോക്കി, ഞാൻ വിചാരിച്ച് തെറ്റി പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ആവുമല്ലോ, അപ്പോൾ നമുക്ക് ഈ ഗ്ലോ ഒന്നും പിന്നെ കിട്ടത്തില്ലല്ലോ. അപ്പം ഇപ്പോഴും ഞാൻ നോക്കി തെറ്റി പറഞ്ഞാണ്. ഡോക്ടറിൻ്റെ മുഖത്തെ കോൺഫിഡൻസ് മാറിയിട്ടില്ല ആണല്ലോ. അപ്പം പിന്നെ നമ്മൾ ഇപ്പോഴേ ചെയ്യണം. അപ്പം ചുളു വന്നിട്ട് നമ്മൾ നോക്കാൻ നിൽക്കരുത്. ഇപ്പോഴേ നമ്മൾ സ്കിന്നിന് നമ്മൾ ആ വൈബ്രൻ്റ് ആയ ഗ്ലോയിങ് ഇതൊക്കെ കഴിഞ്ഞു. അപ്പം പ്രായമാകും തോറും നമ്മൾ അതിന് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ശരിയാ, വേറൊന്നും ചെയ്യണ്ട. പിന്നെ കളർ കൂട്ടാനോ അല്ലെങ്കിൽ പിന്നെ നല്ലതാക്കാനോ ഒന്നും ചെയ്യണ്ട. ഉള്ളത് പോകാതിരിക്കുന്നത് ചെയ്യാൻ പറ്റുമോ? ഡോക്ടർ കൃത്യമായിട്ട് കണ്ടു. അപ്പം തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, ഇത് തന്നെയല്ലേ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേം തോന്നുന്നു. അതാ, അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ശീലങ്ങൾ അതാണ്. പിന്നെ നമുക്ക് കൊളാബറേഷൻസ് എനിക്ക് അന്യമല്ലാത്തൊരു വാക്കായി. ഞാനും ഒരു ഇൻഫ്ലുവൻസർ ഏരിയയിലേക്ക് എത്തിന്നല്ലേ. ഞാനും ഇൻഫ്ലുവൻസർ ആണെന്ന് ചോദിക്കും. ഞാൻ ഇങ്ങനെ പണ്ട് അല്ലെന്ന് പറയും, ഇപ്പൊ ആണോ ഇങ്ങനെ ചരിക്കും ആണെന്ന് തോന്നുന്നു. പക്ഷെ അവർ പറയും ഇൻഫ്ലുവൻസർ അല്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അത് മനസ്സിലാക്കണം, ഇൻഫ്ലുവൻസർ അല്ല. അതെ അതെ അതെ, ഞാൻ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം. പക്ഷെ എല്ലാവരും ഈ 75% ആളുകൾ ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇൻഫ്ലുവൻസർ. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം ഉള്ള അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ള എല്ലാവരും ദേ ആർ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം അവരെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ താല്പര്യമില്ല. കോണ്ടന്റ് ക്രിയേറ്റർ, ഞാൻ അവർണയുടെ വഴിക്കോ കോണ്ടന്റ് അവിടെ ഒരു സ്റ്റാൻഡേർഡ് തെന്നിത്തെറിച്ച് വല്ല ബ്രാൻഡും ലോക്കായ. അല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ജീവ ശരിക്കും ഒരു ആക്ടർ ആവണം എന്ന് പറഞ്ഞിട്ടില്ലേ ഫീൽഡിലേക്ക് വന്നത്. എന്നിട്ട് നല്ലൊരു അറിയപ്പെടുന്ന ഒരു ആങ്കറായി, ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററായി. എന്തായിട്ട് ഭാവിയിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് ശരിക്കും അറിയപ്പെടണം എന്നാണ് ശ്രമിക്കുന്നത്? അത് ഓഫ് കോഴ്സ് അത് അന്നും ഇന്നും ആക്ടർ എന്നുള്ളൊരു ഇത് തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആക്ടിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആക്സിഡൻ്റൽ ആങ്കറാണ്, വഴിതെറ്റി. അന്ന് മുതൽ ഈ പി നിമിഷം വരെ ഞാനതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയും ഇനിയിപ്പോൾ എന്തോ ആക്ടിങ് വേണോ ആങ്കറിങ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം രണ്ടും പാരലലി കൊണ്ടുപോകാൻ പറ്റിയാൽ അതായിരിക്കും. കാര്യം നമുക്ക് സിനിമ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. സിനിമയിൽ നമ്മൾ ഓരോ ക്യാരക്ടർ ആയിട്ട് നമ്മൾ ചിലപ്പം ആക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അയ്യോ ഈ ചേട്ടൻ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യുമോ. ടെലിവിഷനിൽ നമ്മൾ എല്ലാ ദിവസവും ഉള്ള ആളാണ്. അവിടെ നമ്മളായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ചിരിക്കേണ്ടപ്പോൾ ചിരിക്കും, നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. ആരെങ്കിലും എല്ലാം സങ്കടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പോൾ നമ്മളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാറി ഒരു വില്ലൻ 21 grams സമയത്ത് ഞാൻ ഒരാളെ കൊല്ലുന്ന സമയത്ത് എന്നോട് ഒരു അമ്മച്ചി ചോദിച്ചാൽ നിനക്ക് എങ്ങനെയാടാ കുഞ്ഞ് ഒരു പെൺകൊച്ചിനെ കൊല്ലാൻ പറ്റിയത്, നിന്നെ കണ്ട അങ്ങനെ പറയത്തില്ലല്ലോ. അത് അമ്മച്ചി ഒരു കയ്യബദ്ധം പറ്റിയതാ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ലെന്നൊക്കെ. പക്ഷെ ഉണ്ടല്ലോ, ജീവയ്ക്ക് ശരിക്കും ഒരു വില്ലൻ വേഷം ചെയ്യാനൊക്കെ പറ്റും. കാരണം ഈ പണ്ടത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടുവന്നിരിക്കുന്ന വില്ലന്മാർക്ക് പൂച്ചക്കണ്ണുണ്ടല്ലോ, കഴുകാൻ കരയുന്ന മ്യൂസിക് കേട്ട് ബുള്ളറ്റ് വന്നത് ചോദിച്ചോണ്ടോ അത് തന്നെ അല്ലേ. അതുകൊണ്ട് എനിക്ക് 21 grams കണ്ടപ്പോൾ ഇവൻ ഇച്ചിരി വിഷയമാണെന്ന് ലാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവെൽ ആയ സമയത്തല്ലേ അത് മനസ്സിലായുള്ളൂ. അതെ അല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ വന്നപ്പോ എനിക്ക് എന്തോ തോന്നി, ഇവന്റെ നിഷ്കളങ്കമായ ചിരിയുടെ പിന്നിൽ എന്തോ ഒരു ഇത് കളങ്കതയുണ്ട്. അറിയാവുന്നതുകൊണ്ടായിരിക്കണം. ഇവനല്ലേ നല്ല നടപ്പിന്
ഇല്ല. പക്ഷെ ആ പടം നല്ലതായിരുന്നു, ഭയങ്കര ട്വിസ്റ്റ് ഉള്ള പടമല്ലായിരുന്നു. എനിക്കത് കോവിഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഹിറ്റ് ലിസ്റ്റ് കയറിയ പടങ്ങളിലൊന്നും. അതെ അതെ, നല്ലൊരു അനുപേട്ടൻ വിളിച്ചിട്ട് പോകുന്ന സരിഗമപ്പ വന്നിട്ട് പുള്ളി ഇങ്ങനെ അനുപേട്ട ഒരു ചാൻസ് എനിക്ക് കൂടെ താന്നും ഒരു നാണോ ഇല്ലാതെ അവിടെ ചോദിച്ചപ്പോൾ നിവർത്തിയിട്ട് വിളിച്ചത്. പക്ഷെ നമ്മളങ്ങനെ ചോദിക്കണം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചാലും നമുക്ക് ഇൻസ്പിറേഷൻ അമ്മക്കാരെ ചോദിച്ചു പടമൊന്നുമില്ലേ. അപ്പൊ പിന്നെ നമ്മൾ മിമിക്രിയൊക്കെ വശമുണ്ടെന്ന് തോന്നുന്നു. സകലകല വല്ലഭനാണ്. പാട്ടും വശമുണ്ടോ? പാട്ട് വശമില്ല, പക്ഷെ ഞാൻ പാടും, അതാണ് എന്റെ കോൺഫിഡൻസ്. അതാണ് നേരത്തെ അവള് പറഞ്ഞില്ലേ ഇത് സാധനം ചീറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കത്തില്ല. അതെ, പാട്ടിന്റെ കാര്യത്തിൽ ഞാനാണ് പറഞ്ഞത്. ചളിക്ക് ഞാനും കാര്യം ഏക്കത്തിലെന്ന് പറഞ്ഞാലും പാടാവോ പഞ്ചവർണ്ണ കുക തുടങ്ങുക. സുജാ ചേച്ചിയുടെ മുമ്പിൽ, ഷാനിക്കയുടെ മുമ്പിൽ പാടി, ഗോപിച്ചൻ ചേട്ടന്റെ മുമ്പിൽ പാടിയതല്ലേ, പിന്നെ എനിക്ക് എവിടെ പാടിയില്ലെന്ന്. പിന്നാണോ ഞാൻ നോക്കുമ്പോ ഒരു ഫ്ലോർ നിറച്ച് പാട്ടുകാര്, ഒരു 18 പിന്നെ കണ്ടസ്റ്റൻസ്, പിന്നെ 12 ഗ്രാൻഡ് ജൂറി, അപ്പൊ തന്നെ 30 പേരായി, 3 ജഡ്ജസ്, അപ്പൊ 33 പേര്. പിന്നെ അവിടെ ആർട്ടിലെ പയ്യൻ വരെ പാട്ട് പാടും. എല്ലാം കൂടെ ഒരു 19 പേര് പാട്ടുകാർ മാത്രമുണ്ട്. പിന്നെ ഓർക്കസ്ട്ര ഒരു 12 പേര്, അപ്പോൾ 52 പേരായി മിനിമം. ആവറേജ് കണക്കാട്ടോ, 52 പേരെ നടുക്ക് നിന്നിട്ടാ പാടുന്നത്. ഒരു നാണോ ഇല്ല. അപ്പൊ പിന്നെ അന്ന് പാടിയത് പഞ്ചവർണ്ണ കുളിര്. ഇതൊക്കെ പാടോ പിന്നെന്താ. അപ്പോഴാണ് എനിക്ക് പറഞ്ഞു ഒരു 6 കട്ട എടുത്ത് അവനെ എറിയ. പക്ഷെ ഉണ്ടല്ലോ, ശരിക്കും ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു നടനാവാനും നമുക്ക് ആ ഒരു എന്താ പറയുക, ഞാൻ ഭയങ്കര സിമ്പിളാണ്, ഒരു ഉളുപ്പില്ലായ്മ വേണ്ടേ അല്ലേ? എന്ത് പറഞ്ഞാലും ആ സ്പോട്ടിൽ ചെയ്യാനുള്ളൊരു മനസ്സ് വേണ്ടേ? ക്യാമറ കാണുമ്പോൾ നമുക്ക് ഇൻഹിബിഷൻസ് ഒന്നുമില്ല, ഒരു നാണോ മാണോ ഒന്നുമില്ല, നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് ഷൂട്ട് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ എന്താ ഷൂട്ട് ചെയ്യുന്നത്. ചിലതൊക്കെ ഒരു ജംഗ്ഷനിലൊക്കെ ഷൂട്ട് ഉണ്ടാവും, ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ ഒരു കട നിൽക്കുന്ന ആളോട് എന്തെങ്കിലും തെറി പറയുന്നതോ അല്ലെങ്കിൽ അവിടെ കിടന്ന് ഇടി ഉണ്ടാക്കുന്നതായിരിക്കും. ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഇടിയുടെയോ ഈ ഡയലോഗിൻ്റെയോ ഇമ്പോർട്ടൻസ് അറിയത്ത് പോലും ഇല്ല. അവർ കാണുമ്പോൾ എന്തോ ദേവരുത്തം അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നു അവർക്ക്. അപ്പം നമുക്ക് ആൾക്കാർ നമ്മളെപ്പോഴും, ഞാനെപ്പോഴും ചിന്തിക്കും കേട്ടോ, ഇവരൊക്കെ എന്തായിരിക്കും വിചാരിക്കുന്നത്, ഇനി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവർ വിചാരിക്കുമോ. പക്ഷെ അത് ആ ചിന്ത മനസ്സിൽ കയറിയ പിന്നെ നടക്കൂല. പിന്നെ ബേസിക്കലി നാണമില്ലാത്തത് കൊണ്ട് അങ്ങ് പോകുന്നു. നീ എന്താ വിചാരിച്ച എന്താണോ ഞാൻ അഭിനയിക്കും, ഞാൻ ഇനിയും കുളവാക്കും. അല്ല അങ്ങനെ വേണം, നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മുടെ ഓവർ തിങ്കിങ് കാരണം ചുമ്മാ ഇത് നല്ലതായിരിക്കോ ചീത്തയായിരിക്കോ അങ്ങനെ ഒരു 10,000 പെട്ടെന്ന് അങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ട് എത്രയോ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നവർ ചിന്തിച്ച് ഡൗൺ ആയി പോകുന്നു. അതെ അതെ, ഞാനൊക്കെ കണ്ടില്ലേ, എന്താ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഇത് അപർണയും പറയും, അപർണ പറയും. എന്നോട് പക്ഷെ അങ്ങനല്ല, ചിലപ്പോ ഉഗ്രനായിട്ട് പറ്റും. അപർണ നല്ല രസമായിട്ട് റെസ്പോണ്ട് ചെയ്യും. അല്ല പക്ഷെ നിങ്ങളുടെ റീൽസ് ഒക്കെ എന്ത് നന്നായിട്ടാ ചെയ്യുന്നത്. ഞങ്ങൾ ആഡൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ക്യൂട്ടീസിന്റെ ആഡ് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ല ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു സ്ക്രിപ്റ്റ് 4 ഡയലോഗ് വന്നുകൊണ്ട് ഇതൊക്കെ നോക്കി ആക്ഷൻ. ഞാൻ എന്താ ക്യൂട്ടീസ് ഇങ്ങനെ പറഞ്ഞു ഫുൾ ഡയലോഗ്. എന്നിട്ട് ഞാനിങ്ങനെ നമ്മുടെ പയ്യനെ നോക്കിട്ടോ ഷിജുവിനെ ഇങ്ങനെ നോക്കിയാൽ മതി, ഇതാണോ ചേട്ടാ അറിയത്തില്ലെന്ന് പറഞ്ഞത്. അത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ആ തോന്നലുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഇത് കാണുന്ന ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവും. ഞാൻ ചെയ്താൽ വർക്കാവോ, അങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ ഒന്നാമത്തെ കാര്യം അത് കാണും. പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ ഒരുപാട് നല്ല നടന്മാരുണ്ടായിരുന്നത് കാരണം ഭയങ്കര ഒരു ഉള്ളിൽ കാണുമല്ലോ, ഭയങ്കര അവരെ പോലെ ആയില്ലെങ്കിലും നന്നാക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഗ്രോത്ത് മാത്രം എടുത്താൽ പോരെ. ആള് വന്ന സമയത്ത് എല്ലാവരും ബോൺ ആക്ടേഴ്സോ അല്ലെങ്കിൽ നാച്ചുറൽ ആക്ടേഴ്സോ നാച്ചുറൽ ടാലന്റ് ഉള്ളവരല്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. ഓരോ പടം കഴിയുന്തോറും ഓരോ ക്യാരക്ടർ കഴിയുന്തോറും റിഫൈൻ ചെയ്ത് അല്ലേ, അത് തന്നെ എടുത്താൽ പോരെ. നമുക്ക് ആക്ട് ചെയ്യാം. നമ്മളാരും ഞാനൊക്കെ ഒട്ടുമല്ല. അപ്പോൾ നമ്മൾ ആ സിനിമ എന്ന് പറഞ്ഞ സാധനത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതെന്താണെന്ന് പഠിക്കണം, നമുക്കിത് വഴങ്ങുമെന്ന് പഠിക്കണം. അപ്പോൾ ഓരോ ക്യാരക്ടർ കിട്ടുമ്പോഴും നമുക്ക് ഇനി മുമ്പിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് വെച്ച ഒരുപാട് എന്തോരം പടങ്ങൾ, എന്തോരം ആർട്ടിസ്റ്റുകൾ, എന്തോരം ടാലൻസ് ഉള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ അല്ലേ. വേറെ ഒരിടത്തും അന്വേഷിച്ച് പോകണ്ട. ഏതൊക്കെ വേണം. പിന്നെ അച്ഛനാണോ, എത്ര ടൈപ്പ് അച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര പടത്തിൽ. ഒരു ആക്ടറിൻ്റെ തന്നെ എത്ര അച്ഛന്മാരെ, തിലകൻ സാറ് എത്ര അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ എത്ര മകനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, എത്ര പവർഫുൾ ക്യാരക്ടേഴ്സിന്റെ എത്ര തലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റിയലിസ്റ്റിക് പടം, മാസ്, നമ്മുടെ പടങ്ങൾ വെറുതെ, അതാകുമ്പോൾ നമുക്ക് ഭാഷ മനസ്സിലാവുമല്ലോ, വെറുതെ കണ്ടാൽ മതി, അത് തന്നെ വെച്ച് പഠിച്ചാൽ മതി. സത്യമാണ്. പിന്നെ വേറെ എവിടെ അന്വേഷിച്ചു പോകണ്ട.
ആദ്യത്തെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച നിമിഷം ഇപ്പോഴും ഓർമ്മയുണ്ടോ? ചിക്കിങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആഡാന്ന് ചിക്കിങ് ചിക്കനൊക്കെ ആയിട്ട് വന്നു ഞാൻ മാവേലിക്കല്ലൊരു ചിക്കൻ കടയുടെ മേളിൽ തിയേറ്ററിലൊക്കെ ഇട്ട് എന്റെ പൊന്ന്. എനിക്ക് ഇൻസിഡന്റ് ഓർത്തിട്ടല്ല ഇവിടുത്തെ ആക്ഷൻ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നത്. ആക്ഷൻ പറയുമ്പോ ഞാൻ ആ സാധനമായിട്ട് ഈ ചിക്കൻ ചിക്കോക്ക് അങ്ങനെ എങ്ങാണ്ട്. അയ്യോ അതാണ് അന്ന് ഭയങ്കര ഇഷ്ടമല്ല. ആരെങ്കിലും ഒരാൾ ഇതിന് വിളിക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥാപനം, അവിടത്തേക്ക് നാട്ടിലുള്ള മോഡൽസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേര് അവരെ വിളിക്കുന്നു. അതാ പിന്നെ ഓഡീഷൻസിന് പോകുമായിരുന്നു. ഒത്തിരി ഓഡീഷൻസ് തുടങ്ങിയ ഈ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നോ അഭിനയിക്കണം? കുഞ്ഞുനാള് ഓഡീഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ലൂസിയ ഹോട്ടലൊക്കെ കൊണ്ടുപോകണമെന്ന് ഓർമ്മയുണ്ട്. അതൊന്നും വലിയ എനിക്ക് ഓർമ്മയില്ല. അമ്മ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് തോന്നുന്നൊരു +2 ഒക്കെ കഴിയുമ്പോൾ ഒരു പതുക്കെ പള്ളിയിൽ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാടി ഇറങ്ങും. പക്ഷേ ഓർമ്മയിൽ +2 ഒക്കെ കഴിഞ്ഞ് ഈ ചിക്കോ +2 കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. +2 അങ്ങാണ്ട. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ട്. പിന്നെ നമ്മുടെ പള്ളിയിലെ ഒരു പുള്ളി വന്നിട്ടൊരു അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം. അത് കഴിഞ്ഞിട്ടാണ് പയ്യെ സൂര്യ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. സൂര്യ മ്യൂസിക് കൂടെ ഇറങ്ങി നാട്ടിൽ മാറിയില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗസ്റ്റ് ആയിട്ടില്ല, ഏതോ പരിപാടിക്ക് വേണ്ടി സൂര്യ മ്യൂസിക്കിന് അമൃതയില്. അയ്യോ അത് എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഉള്ള കോളേജിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കോളേജുകാരുമായിട്ട് പരിചയപ്പെട്ടത് സൂര്യ മ്യൂസിക് വന്ന ശേഷം. ഒരു ക്യാമ്പസ് ഷോ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട്, അതിന് പോകുമായിരുന്നു. പിന്നെ സൂര്യ കോമഡിക്ക് ഒരു പിള്ളേരെ തോളെ കയറുന്നൊരു ഷോ ഉണ്ടായിരുന്നു. ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് ആക്ടിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. മറപ്പി ആക്കി കിട്ടിയായിരിക്കും ഞാൻ രക്ഷപ്പെടാൻ ലേറ്റ് ആയെന്ന് തോന്നുന്നു. നീ മുടിഞ്ഞു പോകത്തുള്ളൂ. അത് ഒത്തിരി നടുക്ക് വിളിച്ചു കൊടുത്തിട്ട് അവനിട്ട് വാരുമല്ലേ. അതാണ് ആൺപിള്ളേർക്ക് ശത്രു പെൺപിള്ളേർക്ക് എന്തായിരുന്നു അമൃത കോളേജില് ജീവ വരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇപ്പോഴാ കോളേജിൽ അപർണ കാണും കേട്ടോ എപ്പിസോഡ്. ചിലപ്പോ എന്താ വിളിക്കാത്തതെന്നൊക്കെ ആലോചിക്കണമെന്നുണ്ട്. പക്ഷെ വേണ്ട, കുഴപ്പമില്ലെന്നൊക്കെ ഇല്ല. അല്ല, ഞാൻ അപർണ വന്നപ്പോഴും പറഞ്ഞായിരുന്നു എന്തോ ആയിരുന്നു അവിടെ എല്ലാരും. അത് ഗേൾസ് കോളേജ് അല്ലേ. അത് വേറൊന്നുമല്ല, ഒരു പുറത്തുനിന്ന് ഒരു പുരുഷനെ കിട്ടുന്നതിന്റെ ഡ്രൈ ലാൻഡിലേക്ക് ഒരു തുള്ളി വെള്ളം വരുമല്ലേ, മരുഭൂമിയില് മഴ. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ജീവ ഭയങ്കര പെട്ടെന്നായിരുന്നു ആളുകളിലേക്ക് ആ സൂര്യ ആങ്കറിങ് വെച്ചിട്ട് എത്തി. അതായത് എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജീവ എന്ന് പറഞ്ഞൊരു ആങ്കർ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വരെ അറിയാത്ത ഒരാളാണെന്നുള്ളൊരു സാധനം ഇല്ല. ഭയങ്കര ഫെമിലിയർ ആയിട്ട് പെട്ടെന്നായിരുന്നു. ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നോ? അമൃതയിലൊക്കെ വരുന്ന സമയത്തില്ല. അമൃത വരുന്ന സമയത്ത് ഞാൻ 2013 സൂര്യ TV വരുന്നത്. സൂര്യ TV വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണമായി. അമൃത വരുമ്പോ അപ്പം ചിലപ്പം ആ സമയത്ത് അപർണ അവിടെ വന്നിട്ടേ ഉള്ളൂ, ട്യൂൺ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. ട്യൂൺ ചെയ്ത് തുടങ്ങിയ സമയത്തായിരിക്കണം അമൃതയിലേക്ക് വന്നത്. കണ്ടപ്പോഴേ ഉറപ്പിച്ചു മറ്റൊരുത്തനും ഇവളെ വിട്ടുകൊടുക്കൂല, ആ ഏപ്രാച്ചി അവളെ എൻ്റെ ആണ്. അല്ല, അവരുടെ ഞാൻ 2-3 എപ്പിസോഡിന് വന്നതല്ലേ, ഇതൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ പോഡ്കാസ്റ്റ് ബേസ്ഡ് അല്ലേ. അയ്യോ, അപർണയുടെ അടുത്ത് ചോദിച്ചതാണ്, ജീവയുടെ അടുത്തും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. എന്നാലും ഞാൻ ഒന്നും കൂടെ ചോദിക്കാം. വളരെ യങ്ങായിട്ട് കല്യാണം കഴിച്ചതിൽ എപ്പോഴെങ്കിലും ഒരിക്കലും അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്തായിരുന്നു? അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. നമ്മൾ ഇപ്പം നോക്കുമ്പോൾ 8ഉം 8ഉം തിരിയാത്ത പ്രായത്തിൽ കല്യാണം വെച്ചെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമുക്ക് തോന്നി നമ്മൾ എടുക്കാൻ പോകുന്ന റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. എൻ്റെ വളരെ മോശം സമയത്ത് എൻ്റെ ലൈഫിലേക്ക് വന്ന ആളാണ് അപർണ. അപ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ച -ൽ നിന്ന് 0യിലേക്ക് വന്നത്. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും പറയാം, ഞങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്ന, ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ അത് ഒരിക്കൽ പോലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ഒരാളെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇപ്പം എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും, ഗേൾസിൻ്റെ അടുത്ത് വിളിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും ഒരു ആ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് അത്രയും ഫ്രീഡം ഉണ്ടെന്നുള്ളതാണ്. അപ്പം അപർണയാണെങ്കിലും തന്നെ അതുപോലെ നമുക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസോ കാര്യങ്ങളോ, ഞങ്ങൾ 3.5 വർഷം മാറി നിന്നവരല്ലേ.
അപ്പം എല്ലാവരും പറയും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഭയങ്കര സീനാണ്. അത് ഓവർകം ചെയ്താൽ ഞങ്ങൾ പിന്നെ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഒരു റിലേഷനിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും. അത് ഓവർകം ചെയ്തവരാണ് ഞങ്ങൾ. ഈ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നത് ചിലപ്പം ചില ആൾക്കാർക്ക് പ്രശ്നമാണ്, അതും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. ഇതിൽ കൂടുതൽ ഇനി എന്താ വരാണ്. ഇനി അതെല്ലാം അവിടെ ഒരുമിച്ച് വരായിരുന്നു. ഒരുമിച്ച് വന്നാലും നമ്മൾ എന്ത് വന്നാലും ഫേസ് ചെയ്യാന്നുള്ള മൂടാ. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3-4 എന്താ പറയാ ആക്ടറാണ്, ആങ്കറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്, അങ്ങനെ ആയിട്ടില്ല. ആങ്കർ പിന്നെ ഞാൻ ഓക്കെ, ബാക്കിയൊക്കെ ഇങ്ങനെ എന്നാലും അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആക്ടർ തന്നെയാണ്. ചെയ്ത സിനിമകളൊക്കെ എന്തോ നല്ല സിനിമകൾ, അതെ, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും എല്ലാവർക്കും സിനിമയിൽ എത്താൻ ഭയങ്കര എളുപ്പമാണെന്ന്. ആ എളുപ്പം കാരണം എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും കുറെ പേരില്ലേ. അത് മാത്രമല്ല ഇപ്പൊ എത്താനും ഭയങ്കര എളുപ്പമായി തുടങ്ങി. അതെ, ഇപ്പൊ നമ്മളൊരു നല്ല ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എങ്ങനെയും എത്താം എന്നുള്ളൊരിതായി. എത്തിക്കഴിഞ്ഞ് പിന്നെ നിലനിൽക്കുന്നതാണ് പാട്. അവിടെ വരുമ്പോൾ നമുക്ക് എന്തായാലും ടാലന്റ്, അത് പിന്നെ നമുക്ക് കോണ്ടാക്ട്സ്, ഒരാൾ ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ മുഖം ആദ്യം വരണം. ഒന്നുമില്ലെങ്കിൽ നമ്മളെ വെച്ച് ആ ക്യാരക്ടർ എഴുതി തുടങ്ങണം. അതിന് മാത്രമുള്ള പെർഫോമൻസ് നമ്മൾ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ ഇന്ന ആരും ഇന്ന ആൾ കൊള്ളാം അങ്ങനെ വരണം. അത് അതിലേക്ക് എത്തിയാൽ മതി. നമ്മൾ ഇത് മറ്റേ ജോലി ചെയ്യാൻ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് കിട്ടാൻ ജോലി വേണം. ഈ അടുത്ത് ടോയ് ചേട്ടനത് പറഞ്ഞല്ലോ അല്ലേ, നല്ല ജോലി ചെയ്യാൻ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി ചെയ്യണം. അതേപോലെ തന്നെ നല്ലൊരു വേഷം കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ആക്ട് ചെയ്യാൻ പറ്റണ്ടേ. അങ്ങനെ നമുക്ക് അവസരം കിട്ടിയാലേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഒരു അവസരത്താ, എന്നിട്ട് ആക്ട് എന്നിട്ട് നല്ലൊരു റോളാ, ഇല്ല നല്ലൊരു റോളാ. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും അഭിനയം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? ഉണ്ട്. ഒന്ന് നമ്മൾ ആക്ടിങ്ങിലേക്ക് എത്തി, നമ്മൾക്ക് ഒരു കുറേ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് എനിക്കൊന്ന് ഇപ്പം ആസ് ആൻ ആക്ടർ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം സ്വതസിദ്ധമായ നമ്മുടെ ഇത് വരുമല്ലോ. ഇപ്പം കരയാൻ വരുമ്പോൾ കരച്ചിൽ വരിക, ചിലപ്പോൾ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും കരയുന്നത്. ചിരിക്കാൻ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ചിരി വരും. പിന്നെ ചമ്മുക, ഇതൊക്കെ ഇപ്പം ആദ്യം നമുക്കൊരു സാധനം ഉണ്ടാവല്ലോ. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് തീർന്നു എന്ന് തോന്നുമ്പോൾ ഈ ക്യാരക്ടർ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് അങ്ങനെ പഠിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം നമുക്ക് തോന്നല്ലോ ഓക്കെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ പഠിച്ച് ചെയ്തു. അങ്ങനെ ഉണ്ട് പരിപാടിക്കും എല്ലാം ആഗ്രഹമുണ്ട്. എല്ലാത്തിനും ഞാൻ തയ്യാറായിരിപ്പുണ്ട്. അല്ലെ, ഈ അതായത് ഇപ്പോൾ അഭിനയത്തിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു കല പഠിക്കേണ്ടി വരികയാണ്. ഇപ്പം കളരി പഠിക്കണേ, നൂലിന് കയറി കരളിനെ വരത്തുള്ളൂ. നല്ല ദിവസമാണ് കേട്ടോ. ആണല്ലേ, വെള്ളി വീഴാഞ്ഞത്. വെള്ളി വീണില്ല ഇന്ന്, എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു. ജീവനെ കളിയാക്കുന്നില്ല. അതല്ലല്ലോ ഞാൻ എപ്പോഴാ കളിയാക്കിയേ. മഴയായിട്ട് എടുത്ത് നോക്കിയാ മതി. അതെന്താ അന്ന് ജീവ ഒരു സാധനം മേടിച്ചിട്ട് ഇപ്പോൾ ഓർത്താലും എനിക്ക് ചിരി വരും. ഞാൻ മറ്റേ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാ അപ്പം ഭാഷ ഹാൻഡിൽ ചെയ്യുന്നു അങ്ങനെ എന്തോ ഒരു സാധനം ചോദിച്ചോണ്ടേ അത് പിന്നെ ആ കൗണ്ടറിൽ പോയി എന്നിട്ട് ഷിറ്റു എക്സ്ക്യൂസ് മീ, യെസ് സർ, ഡീൽ, എന്താ ചെയ്യാ, മേക്ക് ഇറ്റ് 2, ഓക്കേ, നോ ഷുഗർ. ഒന്ന് ഞാൻ ചിരിക്കൊരു കയ്യും. പക്ഷേ നമ്മള് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പോലും വേണ്ട. അപർണ ചില സ്ഥലത്ത് പോയാൽ ഇപ്പൊ അറിയാവുന്ന ഇംഗ്ലീഷ് ഒക്കെ മറന്നു. തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിപ്പോ പിന്നെ കാനക്ട് അങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ടുക് ടുക് നാനാ പ്ലാസ ഹൗ മച്ച്. അപ്പൊ പുള്ളി പറയും നോ 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 150 100. ട്രാഫിക് ബ്ലോക്ക്, നോ ട്രാഫിക് ബ്ലോക്ക്. മലയാളത്തിന്റെ അതേ സ്ലാങ് നമ്മൾ ഇംഗ്ലീഷ് പറയും. ഞങ്ങൾ പ്ലാറ്റിനം മാളിൽ പോകുമ്പോൾ എപ്പോഴും അതുപോലെ ആയിരുന്നു. എന്തോ ഒരു എസ്കലേറ്റർ ഒക്കെ കയറി നടന്നൊക്കെ നമ്മൾ സൈഡിൽ കൂടെ ചെല്ലാം. അപ്പം നമുക്കത് അറിയത്തില്ല. ഞാൻ ചെന്ന് പ്ലാറ്റിനം മാളിൽ ഒരു ചേച്ചി ഓടുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഗോ ഔട്ട് സൈഡ് വേ വേ. ആദ്യം മര്യാദക്ക് ഞാൻ ആ ചേച്ചിയോട് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് എക്സിറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായില്ല. അപ്പം വാട്ട്, അതും വാട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. കാര്യം അവര് ഈ ചപ്പാത്തി വരുത്തുന്നതല്ലേ സംസാരിക്കുന്നത്. താങ്ക് യു എന്ന് അവർ പറയത്തില്ല, താങ്ക് യു എന്നല്ലേ പറയല്ലോ. ഇങ്ങനെ വലിച്ചങ്ങ് ആണ്.
സത്യം. അതല്ല അവരുടെ ഭാഷ അങ്ങനല്ലേ, സവാട്ടിക്കാ, ആ ഇങ്ങനെ ഈ കാ കൊണ്ട് ഇങ്ങനെ വീണ്ടും കൊളുത്തിയിടും. ആ അതേപോലെ അപ്പം ഇതെനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. ഐ ഡോണ്ട് ഇതെന്ത് സാധനം, അതാ. അപ്പം ഞാൻ പറഞ്ഞു വേ ഔട്ട്, വിച്ച് വേ ഔട്ട്, എക്സിറ്റ് എക്സിറ്റ്, ഔട്ട് ഔട്ട്, റോഡ് റോഡ്, ശ്രീഹള്ളി പോളം വളി വളി വളി. അതിന്റെ ഒരു ആധുനിക വെർഷനാണ്. നമ്മുടെ ഇംഗ്ലീഷ് അവർക്കും അവരുടെ ഇംഗ്ലീഷ് നമുക്കും. ടർക്കി പോയാൽ അവർക്ക് കൂടുതൽ ആൾക്കാർക്ക് അവർ കാണാനൊക്കെ അടിപൊളി ടിപ് ടോപ്പ്, പക്ഷെ കൂടുതൽ ആൾക്കാർ ടർക്കിഷ് സംസാരിക്കുന്നത്. ഓഹോ അങ്ങനത്തെ അതും അതൊന്നും അല്ല, അതിനും വെള്ളം എന്തോ സാധനം അവരോട് ഇങ്ങനെ. അപ്പം ഞങ്ങള് എന്തോ ഒരു സ്ട്രീറ്റ് ഉണ്ട്, എന്താ സ്ട്രീറ്റാ അവിടെ പോകാൻ, അവിടെ പോയിട്ട് ആ സ്ട്രീറ്റിന് 2 സ്ട്രീറ്റ് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് അകത്ത് പോവാം. ഞങ്ങൾക്കിത് ചോദിക്കാനും പറ്റുന്നില്ല, ചോദിച്ചിട്ട് സാധനം ഇവർക്ക് പറഞ്ഞൊന്നും മനസ്സിലാവുന്നുമില്ല. അവസാനം ഒരാളോട് ചോദിക്കാൻ നമ്മൾ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ ഇങ്ങനെ കണ്ടുപിടിച്ച് നടന്നു പോയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇതല്ലേ നമ്മൾ അന്വേഷിച്ച് നടന്നത്. ഇതല്ലേ നമ്മൾ താമസിക്കുന്ന മൂന്നൊരു സ്ഥലം. എടാ മണ്ടായത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാ, എടി മണ്ടി, എന്നിട്ടാണ് ഇത് അന്വേഷിച്ച് നടന്നത്. ട്രാവലിംഗ് പോയ സീനാ എന്റെ പൊന്നെ. ഒരുപാട് പെട്ടുപോയ സ്ഥലം ഏതാ? ഏറ്റവും അധികം അങ്ങനെ പെടലൊന്നും ആസ്ഥാന പെടലൊന്നും വന്നിട്ടില്ല. ബാലി പോയി. ബാലി പോയിട്ട് ന്യൂസാപ്പിനിയുടെ എന്തോ പോവാ, ബോട്ടെ കയറിയിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് ഇംഗ്ലീഷും സ്പാനിഷും ഉള്ള ക്രൗഡാ. ഒരു ഗൈഡുണ്ട്, പുള്ളി സ്പാനിഷ് സംസാരിക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ചുറ്റും നോക്കി, കുറേ പേര് സ്പാനിഷിൽ ഉത്തരം പറയുന്നു, കുറേ പേര് എന്തൊക്കെയോ ഇംഗ്ലീഷ് അല്ല. അപ്പോൾ അവരോട് ചോദിച്ചു നമുക്ക് മനസ്സിലാകാത്തതാണോ അതോ പുള്ളി ഇംഗ്ലീഷ് അല്ല പറയുന്നത്? പറഞ്ഞു ഇംഗ്ലീഷില്ല, ഇത് സ്പാനിഷാ. ഓക്കെ. എന്നിട്ട് അന്ന് റഫ്സിയ പറഞ്ഞേക്ക് വെള്ളം പേടിയാ. ഒരിടത്ത് ജെയിംസ് ബോണ്ട് ഐലൻഡിൽ കൊണ്ട് സാധനം നിർത്തി, വണ്ടി നിർത്തി, ചാടിക്കോളാൻ പറഞ്ഞു. ചാടില്ല, നീന്തലറിയില്ല. പുള്ളിക്ക് ഇത് മനസ്സിലാവുമോ? പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറയാൻ തോന്നി ഞങ്ങളെ കൊണ്ടുപോയത്. പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പിന്നെ ഞങ്ങളത് ആക്ട് ചെയ്ത് കാണിച്ചു, ചേട്ടാ ബുക്കിച്ചാവും. എന്നിട്ട് പിന്നെ അവരെ കൺവിൻസ് ചെയ്ത് ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഒന്നും നോക്കണ്ട, ഞാൻ ഈ ബോട്ടിന് തിട്ടൽ നിൽക്കും, കാര്യം അവിടെ താഴോട്ട് സ്നോർക്കലിയൊക്കെ താഴെ ഇതൊക്കെ കാണാം. അപ്പോൾ ചാടിക്കോ, ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പൊങ്ങിക്കിടന്നോളും. കൺവിൻസ് ചെയ്ത് ഇറക്കി. അപ്പോൾ ഇത് വെള്ളത്തിലൂടെ ചാടുമ്പോൾ എത്ര ലൈഫ് ജാക്കറ്റിൽ ഒന്നും താഴെ പോയിട്ടേ പൊങ്ങുള്ളൂ. താഴെ പോയപ്പോൾ പറഞ്ഞു വിചാരിച്ചു ഇതിൻ്റെ സിസ്റ്റം അടിച്ചു പോയി, മെക്കാനിക്സ് അടിച്ചു പോയി, ഞാൻ മുങ്ങിച്ചാകാൻ പോകുന്നു. കരയിൽ നിന്ന് എൻ്റെ തലയെ പിടിച്ചിട്ട് എന്നെ മുക്കിട്ട് എന്നെ ചവിട്ടിയാ പൊങ്ങിയെ. ഞാനാണ് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ചെന്നിട്ട് ഹായ് നീല മീനൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് പൊങ്ങി. എനിക്ക് ഒരു 2 മിനിറ്റ് വെപ്രാളം വന്നിട്ടേ ആ സ്പാനിഷ് ആയിട്ട് എന്നെ വെച്ചിരിക്കുന്നു. വെൽക്കം. അയ്യോ റഫ്സി അത് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ, അതും ഞങ്ങൾ വിചാരിച്ചു നടുക്കടലിൽ ബോട്ട് മുങ്ങി ചത്തു, അതിനകത്ത് 2 കുറേ കപ്പിൾസ്, അതിൽ ഇന്ത്യയിൽ നിന്ന് 2 പേര്. എൻ്റെ ഇതൊക്കെ ഞാൻ ഇവിടെ കണ്ടു, എല്ലാ സാധനവും ഞാൻ കണ്ടു. എനിക്ക് പുള്ളിയോട് ചോദിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് ചോദിച്ചിട്ട് ഈ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. റഫ്സി, അപ്പോൾ പുള്ളിക്ക് അങ്ങനെ എന്തോ ഒരു സാധനം. അത് പെട്ടുപോയി. അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടു. എനിക്ക് ഓർക്കാൻ വയ്യ, വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് മുങ്ങി പൊങ്ങി വരുന്ന അവസ്ഥ. അറിയുന്നവരാണെങ്കിൽ നമ്മളൊന്ന് താഴോട്ട് പോകുമ്പോൾ ഒന്ന് പാനിക്ക് നോക്കട്ടെ, ചാടിക്കോളാൻ. നിന്നെ കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ മേളിൽ നിന്ന് കണ്ടൊക്കെ ചുമന്ന് മേളിൽ നമ്മൾ തത്തി കളിക്കുന്നു അവിടെ മേളിൽ നിന്ന്. കൊള്ളാം. ഇത് കഴിഞ്ഞിട്ടാ പറഞ്ഞൊന്ന് കാണും. അയ്യോ, ഞങ്ങളുടെ ട്രാവലിംഗ് ഒക്കെ രസമാണ്. ഏറ്റവും അധികം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്തോ, ഒരു അഡ്വഞ്ചറോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഓരോ സ്ഥലം ടർക്കി ഫുഡ്, ടർക്കിഷ് പിന്നെ കൾച്ചറൊക്കെ ഭയങ്കര രസം കുറേ ഉണ്ട്. ടർക്കിഷ് കോഫി കട്ട കയ്പാണേലും രസമാണ്. കട്ട കയ്പാണേലും അതൊരു രസമാണ്. അത് പിന്നെ ഇത് കൊണ്ട് ഞങ്ങള്
ടർക്കി പോയി. അപ്പോൾ ഒരു ഗൈഡ് രാവിലെ വന്നു, പുള്ളിയുടെ കാറൊക്കെ കയറുന്നിട്ട് പുള്ളി ഇങ്ങനെ ഓരോ ചരിത്രം പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഹിസ്റ്ററി ക്ലാസ് കണ്ടേ ഇഷ്ടമല്ല. ഞാൻ ഈ പാറയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലീസൺ അപ്പോൾ അവിടെയാണ് പീജൻസ് കൂട് വെക്കുന്നത്, പീജൻസ് അവിടെ നിന്ന് കാട്ട വിടും. അങ്ങനെ അതാ കഥ, സത്യം വെറുതെ പറയുന്നതല്ല. ടർക്കിയുടെ കൾച്ചറിലുള്ള കഥയത്. പിന്നെ അങ്ങനെ അവർക്ക് പിന്നെ പീജൻസിന്റെ കാഷ്ടത്തിൽ നിന്ന് എന്തൊക്കെ അവരുണ്ടാക്കും, അതൊക്കെ എന്ത് നമ്മൾ അന്വേഷിക്കാം, നമ്മളെ വിഷയം കാഷ്ടമല്ലല്ലോ. അപ്പം അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ കഥകളൊക്കെ എങ്ങനെ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം, വേറെ സ്ഥലത്തോട്ട് അവിടെയും പീജൻസിൻ്റെ കൂടെ ഞാൻ എന്തോരം പീജൻസോടോ ഇതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പുള്ളി പറഞ്ഞു ഹിയർ ടർക്കിഷ് കോഫി ഈസ് സോ ഫേമസ്, യു വാണ്ട് സം ടർക്കിഷ് കോഫി? യെസ്, ഐ ലവ് കോഫി എന്ന് പറഞ്ഞാൽ ചാടി നേരെ സിറ്റിച്ച് കുറച്ച് നേരം ഇരിക്കാമെന്നല്ലോ വിചാരിച്ചു. അപ്പോൾ പുള്ളി ഞങ്ങളോട് ഇരുന്നു, തീമ ഇനിയും കഥ കേൾക്കണം. ഫ്രണ്ട് ലാവൻഡറൊക്കെ പൂത്ത് പെട്ട് പുള്ളി ലാവൻഡറിൻ്റെ ചരിത്രവും പറയുന്നു. പുള്ളിക്ക് എല്ലാത്തിലും ചരിത്രമാണ്. തീമ ഇനിയും ടർക്കിഷ് കോഫിയുടെ ചരിത്രം കേൾക്കണമല്ലോ, കാപ്പി പിടിച്ചിരിക്കും, മനസ്സാനായിട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കാപ്പി കൊണ്ടുവച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാപ്പി എടുക്കാൻ പോയപ്പോൾ പുള്ളി യു വാണ്ട് ഡേറ്റ്സ്, യു വാണ്ട് കാൻഡി? ഞാൻ പറഞ്ഞു ഷുഗർ ഡയറ്റ്. ടർക്കിഷ് കോഫി സോ ബെറ്റർ. കോസ്റ്റ കോഫി നമ്മൾ എക്സ്പ്രസ് അടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തൊരു ഒറ്റ കൊടി. ഓഫ് എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് ഒരു സാധനം ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. ഞാനിങ്ങനെ ക്യാൻഡി എടുക്കാൻ പോയപ്പോൾ യു വാണ്ട് ക്യാൻഡി, അപ്പോഴാണ് മറ്റേ സാധനം വേണ്ടെന്ന് പറഞ്ഞു. അഭിമാനം നോ വിളിച്ചു ഹൗ ഈസ് ടർക്കിഷ് കോഫി? സൂപ്പർ. ടർക്കിഷ് കോഫി പക്ഷെ കയ്പാ. ടർക്കിഷ് കോഫിയും ചായ ഒരു കറ പോലത്തെ ടേസ്റ്റ്, പക്ഷെ ഭയങ്കര ഗുണമാണെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു 3 മാസമായിട്ടൊക്കെ കാലത്തിലിട്ട് വെള്ളപ്പിക്കുവാന്ന് തോന്നുന്നു. ഇതെന്തോന്ന് അയ്യോ. അങ്ങനെ ടർക്കി ടർക്കി ഫുഡ്. മാൽദീവ്സ് പോയി കഴിഞ്ഞാൽ മാൽദീവ്സിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമായിരിക്കും. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഇറക്കി വിടത്തുള്ളല്ലോ. പിന്നെ 3 ദിവസം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനോ അപ്പുറം കൂടെ പോയിട്ട് 3 ദിവസം കടല. രാവിലെ എഴുന്നേക്കും പോലെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ കടലിൻ്റെ തിരമാല, ഒന്നുമില്ല ചെയ്യാൻ. ബാക്കിയുള്ള നാഷണാലിറ്റീസ് ഒക്കെ വരുമ്പോൾ അവർ സ്നോർക്കലിങ് പിന്നെ സ്ക്യൂബ ഡൈവിങ് ഇതൊക്കെ പോകും. നമുക്കിതൊന്നും വലിയ താല്പര്യമില്ലല്ലോ. പിന്നെ ആകെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പിന്നെ പാക്കേജ് എടുത്തേക്ക്. അത് കോക്ടെയിൽ അടിച്ചാലും പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് രാവിലെ 11 മണിക്ക് വാറ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു ആപ്രൂൾ സ്പ്രിറ്റ്സ് ഞാൻ എന്നാണ് കോക്ടെയിൽ ട്രൈ ചെയ്യുന്നത്. നല്ല രസമുള്ള കോക്ടെയിൽ. കടലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും, ഒരു കണ്ണാടി വെക്കും. ഞാനൊരു അത്തിമരത്തിൻ്റെ ചോട്ടിലായിരുന്നു. അപ്പോൾ അവിടെയാ പൂള്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും, അവിടെ പൂളി കുറേ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഞാനിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അപർണ ഇപ്പുറത്തിരിപ്പുണ്ട്, ഇങ്ങനെ ഇരിക്കും കണ്ട്. അവരുടെ ഞാൻ നേരെ ഇരിക്കും. ഞാൻ പറയും നീല എങ്ങനെ ഉണ്ട്? തിണ്ടി നീ നേരല്ലേ നോക്കുന്നത്? ഞാൻ പറയല്ല, നീല ഞാൻ പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരും. ബ്ലാക്ക് കണ്ട് ഇപ്പം നോക്കില്ല, പതുക്കെ നോക്കാം. പിന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളം അങ്ങനെ പെട്ടെന്നൊക്കെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്തിരുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചില വേട്ടാവളിയന്മാർ വന്നിരിക്കും, എൻ്റെ പൊന്നെ. എന്നിട്ട് അവരുടെ വിചാരം അവർ മാത്രമേ ടൂർ വന്നിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ ന്യൂസാപ്പിൻ്റെ എൻ്റെ സൈഡിലിരുന്ന് അങ്ങനെ ഒരു പുള്ളിയാണ്. അതൊരിക്കലും പുള്ളി കാണത്തില്ല, അതുകൊണ്ട് ഞാൻ പുള്ളിയെ പറയും. പുള്ളി അങ്ങനെ ഇതുപോലെ ശല്യമുള്ളൊരുത്തൻ. ഇവിടെയെങ്കിലും ഫ്രസ്ട്രേഷൻ ഒരു വലിയ യോട്ട് പോലെ സാധനത്തിനകത്ത് അപ്പുറത്ത് കുറേ സ്പാനിഷുകാർ, ഇപ്പുറത്ത് കുറേ ഇംഗ്ലീഷ് ഏഷ്യൻ നാഷണാലിറ്റീസ് ഒക്കെ. ഇവരാരും കാശ് കൊടുത്തിട്ടില്ല, പുള്ളി മാത്രമേ കാശ് കൊടുത്തിട്ടുള്ളൂ. പുള്ളിക്ക് എല്ലാം വേണം. പുള്ളിയെ ലിസ്റ്റ് നോക്കി, കയറി കഴിഞ്ഞ് ഇത്ര മിനിറ്റ് കഴിഞ്ഞ് സ്നാക്ക് കിട്ടണം. പുള്ളിക്ക് ആ സമയത്ത് സ്നാക്ക് വേണം. എന്നിട്ട് സ്നാക്ക് വേണ്ട, നമുക്ക് സ്നാക്ക് തരേണ്ടതൊക്കെ ഒരു പിള്ളേർക്കൊക്കെ. മലയാളിയൊന്നും അല്ല, മലയാളിയാണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് കുറ്റം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ അവരോട് ഞാൻ ചിരിച്ചോണ്ട് ജീവനൊക്കെ കാണിച്ചെടുത്ത നമ്മള് അപ്പൊ ഞുള്ളി പെറുക്കിയായിരിക്കും വരുന്നത്. പുള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ചിലപ്പോൾ. ഇതുപോലെ ചൊറകൾ എല്ലാവരെയും പിന്നെ ട്രാവലിംഗ് എക്സ്പീരിയൻസിലും കാണും. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു പാസഞ്ചർ, അത് ഫ്ലൈറ്റിലാണല്ലോ ട്രെയിനിലാണല്ലോ ഇവിടെ എനിക്ക് കിട്ടുന്ന നടുക്കടല്ലേ യോട്ടിൽ, അയ്യോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ട് ഞാൻ തിരിച്ച് കറങ്ങിട്ടെ ബോട്ടിന്റെ അപ്പുറത്ത് വരുന്നത് കേട്ടോ. ഞങ്ങളിരുന്ന സൈഡ്, ഞങ്ങളെല്ലാം ഒരു സൈഡിലാണ് ഇരുന്നത്. അപ്പൊ പുള്ളി വെച്ചപ്പോൾ ഞാൻ ആ സൈഡിലിരുന്ന പുള്ളി വിചാരിച്ചു അതായിരിക്കും ഞങ്ങളുടെ സൈഡിൽ നിന്ന്. പുള്ളി അതേപോലെ പുള്ളി 3 പേക്കറാണ്ടി മക്കള്. എൻ്റെ പൊന്നെ, ആ ബോട്ട് മറച്ചിട്ടില്ലെന്ന് ഞാൻ തുരന്നൊക്കെ താഴെ പോന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു കുരിപ്പുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, അതാണ് ന്യൂസാപ്പനിയുടെ മറക്കാൻ പറ്റും. ന്യൂസാപ്പനിയുടെ ആയിരുന്നോ ഫിഫി ഐലൻഡ് ആയിരുന്നോ? 2 ന്യൂസാപ്പനിയുടെ മറക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നെ,
അത് ഈ പുള്ളിയുടെ ആണോ? നീ ന്യൂസ് അപ്പനിയുടെയോ? അതൊരു സ്ഥലപ്പേരല്ലേ? അല്ല, ഈ പുള്ളിയുടെ അനുഭവമാണോ അവിടെ ഉള്ളതെന്ന്? ഈ ന്യൂസ് അപ്പനിയുടെ വേറെ. എൻ്റെ വെക്കേഷൻ ആഘോഷിക്കാൻ കൂട്ടുകാരെടുത്ത് പോയത് മൊട്ടക്കുന്നിൻ്റെ മേളിൽ. എനിക്കൊന്ന് സൂര്യനെ തൊടാൻ തോന്നുന്നു, അത്ര അടുത്തായിരുന്നു സൂര്യൻ. ഭ്രാന്തായിട്ടേ, കാരണം അതിരുന്ന് ഫുൾ AC ഇട്ടിട്ട് ചൂടെടുക്കുന്നു. കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല. ചോകാന്നായി. പിന്നെ അന്ന് ഫ്ലോറൽസ് ഒക്കെ ഇങ്ങനെ ഇവിടെ വരെ ഷർട്ട് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇട്ടേക്കുക. ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ഇങ്ങനെ. അയ്യോ. ഈ അപർണയുടെ കൂടെ കൂടിയ പിന്നെയാണോ ഇത്ര ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്? ആണോ? അപർണയാണോ കൂടുതൽ ട്രാവൽ? എല്ലാം പ്ലാൻ ചെയ്തോളും. ഞാൻ എന്നോടൊരു ട്രാവലൊക്കെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മള് സ്ഥിരം കാണത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു 14 സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഒരിടത്തും പോയി കാണത്തില്ല. എൻ്റെ കൂട്ടത്തിൽ ഞാനതാ. 3-ാം തീയതി ട്രാവൽ, 3-ാം തീയതി ഇവിടെ പോകാം, ഇവിടെ അടുത്ത് വാൽപ്പാറ പോകാമെന്ന് വിചാരിക്കും. എത്ര 3-ാം തീയതി കഴിഞ്ഞാലും വാൽപ്പാറ അവിടെ ഉണ്ട്, നമ്മൾ പോകത്തില്ല. പക്ഷെ അവർ കൃത്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മൾ എന്തൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ട്രാവൽ ഏജൻസി എന്നാലും അവരിങ്ങോട്ട് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ പോകണ്ട, എനിക്ക് ഇന്ന അടുത്ത് പോയാൽ മതി. ഇപ്പം എന്നോട് മാൽദീവ്സിലവിടെയൊക്കെ പോയിട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതൊക്കെ മറ്റേ കഥയുള്ളതുകൊണ്ട് മാത്രം ഓർത്തിരിക്കുക. ന്യൂസ് അപ്പിനോട് അതൊക്കെ അതുകൊണ്ട് മാത്രം ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഓർത്തിരിക്കത്തില്ല. പിന്നെ ബാങ്കോക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഓർത്തിരിക്കും. നാനാ പ്ലാസ എടുത്താ താമസിക്കും. നാനാ പ്ലാസ അറിയാവോ? സെർച്ച് ചെയ്ത് നോക്കും. ഇത് പറഞ്ഞു കേട്ട് നാനാ പ്ലാസ സെർച്ച് ചെയ്യാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് സെർച്ച് ചെയ്താൽ മതി. നാനാ പ്ലാസ നല്ല സ്ഥലം. അറിയാത്തോണ്ടൊന്ന് പറയാനൊരു പേടി. നാനാ പ്ലാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് സൂക്ക് പോലൊരു മോള്, ഫുൾ സ്ട്രിപ്പ് ക്ലബ്സാ. അല്ലെ, അവിടെ തായ്ലൻഡിൽ മാത്രം എഴുതിയേക്കുന്ന ഒരു കാണാവുന്നൊരു എഴുത്ത് അവിടെ കാണാൻ പറ്റും. ഒള്ളി ഗേൾസ്. ആ എഴുത്ത് നമുക്ക് തായ്ലൻഡിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാ കാര്യം അവിടെ ഷീമെയിൽസും ഉണ്ട്, അതുകൊണ്ട് ഒള്ളി ഗേൾസ് എന്ന് അവർ എഴുതി വെച്ചേക്കും. അങ്ങനെ വേറെ ഒരു നാട്ടിലും എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ കൾച്ചറും കുറെ ഫുഡും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ടർക്കിയിൽ അസർബൈജാനിലൊക്കെ പോയാൽ നല്ല മീറ്റ്, തായ്ലൻഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാഡ് തായ്, സീ ഫുഡ്. ഞങ്ങൾ മിക്കവാറും ബാങ്കോക്കിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ നിൽക്കുന്നതിന് താഴെ അവിടുത്തെ ബാങ്കോക്കിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. നോർമൽ നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡ് അതാണ് ബാങ്കോക്കിലൊക്കെ ഏറ്റവും അടിപൊളി. അവിടുന്ന് പോർക്കിനൊക്കെ ഉണ്ടാവും, പിന്നെ സീ ഫുഡ് ഉണ്ടാവും, നൂഡിൽസ് ഉണ്ടാവും, ഫ്രൈഡ് റൈസ്. അതൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് എന്നറിയാം. ഭയങ്കര ഫുഡിയാണല്ലേ? അല്ല, അതല്ലേ ഇത് കേൾക്കുമ്പോൾ ഫുഡ് അല്ല. ഇതൊക്കെ പോയി കഴിക്കത്തില്ല, എല്ലാം കുറച്ച് കഴിക്കും. ടേസ്റ്റ് ചെയ്യും. എല്ലാം ടേസ്റ്റ് ചെയ്യും. ഇപ്പം അത്യാവശ്യം കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കുകയും ചെയ്യും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കും. അതെന്താണെന്ന് അറിയത്തില്ല, എന്തൊക്കെ കൊക്കപ്പുഴുവിൻ്റെ അസുഖം പെട്ടെന്ന് കഴിയും. എനിക്കും ആദ്യം കഴിക്കുന്ന എനിക്കും പിന്നെ കഴിക്കുന്ന കൊക്കപ്പുഴുവിൻ്റെ അസുഖം. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എനിക്കൊരു എല്ലാ സ്ഥലത്തും വരെ കൂട്ടുണ്ട്. എനിക്ക് കൂട്ടുണ്ട് അമിത. അവൾക്ക് കൊക്കപ്പുഴുവിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുവാന്ന് തോന്നുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചൊക്കെ എന്താടി. കഴിച്ചപ്പോൾ 2 മണിക്ക് 3 മണിക്ക് ലഞ്ച് കഴിച്ചാൽ ഒക്കെ 4:15 ചായയും പഴംപൊരി. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ റുട്ടീൻ്റെ ആയിരിക്കും. അല്ല, കിരികിരിപ്പ് കൊക്കപ്പുഴുവിൻ്റെ കിരികിരിപ്പ് അതുകൊണ്ടാ. അല്ല, പക്ഷെ എനിക്കൊക്കെ ഭയങ്കര വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടിയാ, എന്തോ പോലെയാ. ഒരു സ്ഥലത്ത് പോയിട്ട് അമേരിക്കൻ ചോപ്സി ഓർഡർ ചെയ്തു. അതിങ്ങോട്ട് വന്നപ്പോൾ മുതൽ ആ റൂം നിറച്ചു, ആ റെസ്റ്റോറൻറ്റ് നിറച്ച് ചക്കപ്പുഴുക്കിൻ്റെ മണം മോശമൊന്നുമല്ല. ഇത് പക്ഷേ വളിച്ച ചക്കപ്പുഴുക്ക്. എടുത്തിങ്ങനെ ചക്കയിലൊക്കെ വിളിച്ചാൽ ഇങ്ങനെ ചുറ്റി വായിക്കാത്തോട്ട് വെച്ചിട്ട് ഇറങ്ങി ഓടി. അതിനുശേഷം ഞാൻ ഫുഡ് ട്രൈ ചെയ്തില്ല. ബാലിയിൽ പോയി ഞങ്ങൾ 8 ദിവസം. ബാലിയിലെ നമുക്ക് ആകെ ഫസ്റ്റ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ലുലുവിലുണ്ടായിരുന്ന ഫുഡ് നാസി ഗൊറൈങ് എന്ന് പറയും. ഒരു ഫ്രൈഡ് റൈസ് പോലെ ഇങ്ങനെ മിക്സ് ഉണ്ടാവും, ഒരു കെബാബ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഒരു പിന്നെ ഓംലെറ്റ് ഫ്രൈഡ് ഒക്കെ പോലെ സാധനം മുകളിലുണ്ടാവും. അതാണ് നാസി ഗൊറൈങ്. ഞങ്ങൾ 8 പേര്. ഞങ്ങൾ വില്ലയുടെ അപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിക്കാൻ കയറി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു നാസി ഗൊറൈങ്, അറിയാവുന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ, നാസി ഗൊറൈങ്. ഇവരെല്ലാം സൈഡിലൊക്കെ ഇരുന്ന് ഫുൾ മെനു ഒക്കെ വായിച്ചിട്ടേ നാസി ഗൊറൈങ് 8 നാസി ഗൊറൈങ് കേട്ടോ. ഞങ്ങൾ 8 നാസി ഗൊറൈങ് ഓർഡർ ചെയ്തു. അപ്പോൾ അവിടുന്ന് നമ്പർ വാങ്ങിച്ചു. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്ന് രാത്രി ലേറ്റായിട്ട് കിടന്നൊക്കെ ഉറങ്ങി. രാവിലെ 10-11 മണിയായപ്പോൾ എഴുന്നേറ്റ് കണ്ണു തുറന്നു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? നാസി ഗൊറൈങ്. 8 ദിവസം 3 നേരം നാസി ഗൊറൈങ്. ആകെ അറിയാവുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വെള്ളം പോലിരിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് പോലും അറിയാവുന്ന ഡിഷ്, അറിയാവുന്ന ഡിഷ് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സീന. കൊള്ളാം. ഇനി ഞാൻ കുറച്ച്
ചോദ്യങ്ങൾ ചോദിക്കാവേ. ഓക്കെ, ഫൺ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. കുസൃതി ചോദ്യമല്ല, ജീവയുടെ അടുത്ത് കുസൃതി ചോദ്യം ചോദിച്ചാൽ പാളിപ്പോകും. അത് ചുമ്മാ ചോദിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനത്തെ ചോദ്യമാണേ. 24 മണിക്കൂറിനുള്ളിൽ ലോകം അവസാനിക്കാൻ പോവാണ് എന്നറിഞ്ഞു. ജീവ ആദ്യം എന്ത് ചെയ്യും? ആ 24 മണിക്കൂറിൽ എന്ത് ചെയ്യും? 24 മണിക്കൂർ ലോകം അവസാനിക്കാൻ പോവാന്നറിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അത് കൺഫേം ചെയ്യണമല്ലോ. അപ്പം അത് കൺഫേം ചെയ്യാനുള്ള വഴി ആലോചിക്കും. കാര്യം ഇപ്പോഴത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഏതൊക്കെയാണ് സത്യം. കാര്യം അത്രയും ഒക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പം ഇതാദ്യം കൺഫേം ചെയ്യും. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിനകത്ത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. ഉള്ള കണ്ണന്തിരിവ് മുഴുവൻ കാണിച്ചിട്ട് ലോകം അവസാനിച്ചില്ലെങ്കിലാണ് എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ വന്നിരിക്കും എന്ത് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 24 മണിക്കൂർ ലോകം അവസാനിക്കാൻ പോകുന്ന പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നുമില്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ ലോകം അവസാനിക്കും. ഇപ്പം നല്ലതായാലും എന്താ ചീത്തയായാലും എന്താന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഹറാമ്പറപ്പും എല്ലാം കാണിച്ച് നമുക്ക് വിചാരിക്കാം. എന്താ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞാൻ ഇരുന്ന് തിന്നും, 24 മണിക്കൂർ ഒന്നും തിന്നാൻ പറ്റത്തില്ല. ഒന്ന് എഴുന്നേറ്റ് നടക്കുമ്പോഴായിരിക്കും അതിൽ കാരണം നല്ല കവിള്. ചുമ്മാ ഇതൊക്കെ ട്രൈ ചെയ്യാമല്ലോ. ചുമ്മാ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ബസ്സൊക്കെ ജില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക. ഇൻട്രൂസീവ് തോട്ട്സ് എല്ലാം അപ്പൊ പിന്നെ കാശ് കൊടുക്കുക ട്രെയിനിൽ. അതൊക്കെ 24 മണിക്കൂർ അത് ട്രെയിനിൽ കയറി എവിടെ പോലെ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്യാന്ന് വിചാരിക്കും. 12 മണിയായി, എന്താടാ ലോകം അവസാനിക്കാത്ത 12:05 എന്താടാ രാവിലെ മുതലുണ്ടാക്കിയ വള്ളിയുടെ ആൾക്കാർ ഓരോന്നോരോന്നായിട്ട്. അപ്പം ശരിക്കും നമ്മൾ ആഗ്രഹിച്ചു പോകും ലോകം അവസാനിക്കണം. അതുകൊണ്ട് അങ്ങനെ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അത് ഇനി 24 മണിക്കൂർ 16 മണിക്കൂർ പോയാലും വീട്ടിലെ സാധനം കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തും. അതെ, ഓക്കെ, സെറ്റ്. ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? എല്ലാവരും പറയും മറ്റുള്ളവരുടെ മനസ്സ് പണിയാം. കാര്യം ഇപ്പം തന്നെ പറഞ്ഞ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അത് എന്നെപ്പറ്റി നാറി വന്നിരുന്നിട്ട് അവൻ്റെ ഒടുക്കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൊത്തം വളിച്ച എക്സ്പ്രഷൻ വരും. അതുകൊണ്ട് മറ്റൊരാളുടെ മനസ്സിരിക്കുന്നത് എനിക്കറിയേ വേണ്ട. സൂപ്പർ പവർ അദൃശ്യം. ഞാൻ വിചാരിക്കും അദൃശ്യം പണിയല്ലേ കളിക്കല മോളെ. അത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് അദൃശ്യമാകാൻ പറ്റും. പിന്നല്ല, അദൃശ്യമാകാൻ പറ്റുകയും വേണം. എനിക്ക് പ്രത്യക്ഷപ്പെടാൻ എനിക്ക് ഇഷ്ടമുള്ളത് പ്രത്യക്ഷപ്പെടാൻ പറ്റും. വേണം അങ്ങനെ അദൃശ്യമായി മാത്രം അതിശയനിലെ പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യൂല്ലേ? ഇഷ്ടമുള്ള സമയത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റും. അതെനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റും. ഓ, എല്ലാം രണ്ടും വേണം. അപ്പം ഇൻവിസിബിളും ആണ്, ഇതിപ്പോ മൂന്നാല് സൂപ്പർ പവർ ആയല്ലോ. അതായത് ഒന്നേ പറ്റുള്ളൂ. ഒന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്ത് അദൃശ്യമാകാൻ പറ്റും. അത് മതി. ഓക്കെ, അദൃശ്യനും ദൃശ്യനും ആയിക്കോ, കുഴപ്പമില്ല. അത് പിന്നെ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചു വരും. ഓട്ടോ ഇതാ. ഓക്കെ. ഓ, എല്ലാം സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തു. അത് തിരിച്ചു വരാൻ ലൂപ്പ് ഹോളില്ലാതൊരു കളിയില്ല. പിന്നല്ല. അടുത്ത ഒരു ദിവസം അപർണയുമായിട്ട് ബോഡി സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ സോള് തമ്മിൽ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അല്ലെങ്കിൽ ആദ്യം പോയിട്ട് അപർണയുടെ ഇപ്പോൾ ഡൈസൺ എയർ റാപ്പോ അല്ലെങ്കിൽ അപർണ തുടരുത് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് പോയി ട്രൈ ചെയ്ത് നോക്കുമോ? അപർണയായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു 10-400 ലിപ്സ്റ്റിക് ഇരിപ്പുണ്ട്. അതൊക്കെ രാവിലെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കും. ഗീവ് അവേ കൊടുക്കാവോ? ജീവയുടെ ചാനലിൽ ഗീവ് അവേ. എനിക്ക് ജീവയുടെ ചാനലിൽ ഗീവ് അവേ കൊടുത്താലേ ജീവയ്ക്ക് ഫോളോവേഴ്സ് കയറുന്നുള്ളൂ. കാര്യം ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വപ്പായി തിരിച്ച് ജീവയാകുമ്പോൾ കുറച്ച് ഫോളോവേഴ്സ് ഇരിക്കുമ്പോൾ എനിക്കത് നഷ്ടം. കൊള്ളാം, നിങ്ങളുടെ ബുദ്ധി വിമാനം തന്നെ. പെട്ടെന്ന് ഇത്ര ആലോചിച്ചെടുക്കാൻ പറ്റിയത്. ഓക്കെ, ഇഫ് യു ഒരു അൺലിമിറ്റഡ് ബഡ്ജറ്റ് തരികയാണ് ഒരു സിനിമ എടുക്കാൻ വേണ്ടി ജീവയുടെ കഥ വെച്ചിട്ട്, എടുക്കോ ഇല്ലയോ? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആരെ അതിൽ അഭിനയിക്കും? അതിലെ ടൈറ്റിൽ എന്തായിരിക്കും? ഒന്നത്തെ കാര്യം എടുക്കൂല, പൈസ എങ്ങനെ തന്നാ മതി എന്നൊക്കെ. അല്ല, എന്റെ കഥ എടുക്കാൻ മാത്രമുള്ളതായിട്ടില്ല. ആണോ? അത് ഓൾറെഡി ആ ഇടാൻ പറ്റിയൊരു പേര് ഓൾറെഡി പോയി വാ. അതുകൊണ്ട് എൻ്റെ പേരിലൊരു പടം എന്തെല്ലാം ഇറക്കണം. നല്ല പടത്തിന് വേണ്ടി ഞാൻ
ഒരു പാൻ ഇന്ത്യൻ സിനിമ വേണമെങ്കിൽ ഞാൻ അൺലിമിറ്റഡ് ബഡ്ജറ്റിന് എടുക്കും പിന്നല്ല മമ്മൂക്ക, ലാലേട്ടൻ, പൃഥ്വിരാജ്, ദുൽഖർ, ഒരു 2020 ഒന്നുകൂടെ ജനിക്കും. അങ്ങനെ ഒരു മലയാളത്തിൽ 5-8 ആർട്ടിസ്റ്റുകൾ, പിന്നെ ആക്ട്രസ്, ഒരു മാസ് മസാല തെലുങ്ക് തമിഴ് നിന്നൊക്കെ എടുത്തിട്ട് എന്നിട്ട് അതിൽ ഇവരൊക്കെ നോക്കിക്കാണുന്ന ഒരു ക്യാരക്ടർ ഞാനും. ഞാൻ എടുക്കത്തില്ല. ഇതൊക്കെ എപ്പോ സംഭവിക്കും? പക്ഷേ അതെനിക്കറിയത്തില്ല, എനിക്ക് ചോദ്യം ചോദിക്കാനല്ലേ അറിയുള്ളൂ. ഓക്കെ, വെറുതെ മനുഷ്യനാ. ഞാൻ ജീവ പേടിച്ച കുസൃതി ചോദ്യമൊക്കെ നിർത്തിയെന്നൊക്കെ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഇത് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഒരു സോംബി അപ്പോക്കലിപ്സിൽ പെടുകയാണ്. അപ്പോൾ ജീവയുടെ ഗ്യാങ്, അപർണ ഉൾപ്പെടുന്ന ഗ്യാങ് ആകാം, അല്ലാതെയും ആവാം, കുഴപ്പമില്ല കേട്ടോ. അതിലേറ്റവും ആദ്യം സോംബി കൊണ്ടുപോകാൻ പോകുന്ന ആരായിരിക്കും? ജീവയുടെ അവസ്ഥ എന്തായിരിക്കും? ഏറ്റവും ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ സോംബി കൊണ്ടുപോകാൻ പോകുന്നത് അപർണയായിരിക്കും. എനിക്ക് രക്ഷപ്പെടേണ്ട സോംബി എന്ന് പറഞ്ഞാൽ അവിടെ പരവിച്ച് പേടിച്ചിരിക്കും. അപ്പോൾ സോംബി ആദ്യം വന്ന് കടിക്കും, ഞാൻ ഓടി രക്ഷപ്പെടും. ഒരു കോവിഡ് വന്നപ്പോൾ ഞാൻ ഫ്ലാറ്റിലാട്ടിട്ട് ഞാൻ ഹോട്ടലിൽ പോയി താമസിച്ചായിരുന്നു. അറിയില്ല, സേഫ്റ്റി ഫസ്റ്റ്. ഞങ്ങള് സരിഗോപ്പയുടെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഞങ്ങൾ എന്നിട്ടൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അതിന് പോയി. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ചു വന്നപ്പം രാവിലെ സരിഗോപ്പയുടെ അവിടെ നിന്ന് എനിക്ക് പോകുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, എന്താ പറ്റി? അവിടെ ഇവിടെ 1-2 പേർക്ക് ചുമയും ശ്വാസം മുട്ടലൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ആണോ? ഞാനിങ്ങനെ സ്പ്രേ ഒക്കെ എടുത്ത് അടിച്ചു നോക്കി. ഇല്ല, കുഴപ്പമില്ല, മണമൊക്കെ ഉണ്ടല്ലോ. അപ്പം ബർത്ത്ഡേ പാർട്ടിക്ക് പോയിടത്തുനിന്നും വെളി വന്നു. 1-2 പേർക്ക് പനി സീനായി തുടങ്ങി. അവരൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോവുക. അന്ന് ഉച്ച കഴിഞ്ഞപ്പം ബർത്ത്ഡേ പാർട്ടിക്ക് പോയ ഒരു 4 പേർക്ക് പോസിറ്റീവായി. സരിഗമപ്പയ്ക്ക് പോയ 9 പേർക്ക് പോസിറ്റീവായി. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ലിങ്ക് ഞാൻ പാളിയോ. അപ്പോൾ അപർണയ്ക്കാണെങ്കിൽ ചെറിയ ദേഹം വേദനയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട്. അപ്പം ഞാൻ എവിടെയോ പോയിട്ട് വരിക. അപ്പോൾ അപർണ വീട്ടിലാക്കി ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട്, ഞാൻ മാക്സിമം എല്ലാവർക്കും കൊടുക്കണമല്ലോ, ചായ ഒക്കെ കുടിച്ച് ഞാൻ തിരിച്ചെത്തിയപ്പോൾ റിസൾട്ട് വന്നു. അപർണ പോസിറ്റീവ്, ഞാൻ നെഗറ്റീവ്. അപ്പം ഞാൻ മൊത്തേ പോസിറ്റീവ് അല്ലേ? വീട്ടിലൊരു ചേച്ചി ഉള്ള ദിവസം, ചേച്ചി പൊന്നു പോലെ നോക്കിക്കണം, ഞാൻ ഹോട്ടലിലുണ്ടാവും. ഞാൻ 9 ദിവസം ഹോട്ടലിലായിരുന്നു. തിരിച്ചു അവർക്ക് വേണ്ട ഫുൾ കാര്യങ്ങൾ പുറത്തുനിന്ന് കോർഡിനേറ്റ് ചെയ്തു. ഒരു വെളിപ്പുറത്തുണ്ടായിരുന്നു. ഒരു മെന്റൽ സപ്പോർട്ട് മാത്രമല്ല, ഫിസിക്കൽ സപ്പോർട്ട് എല്ലാമായിട്ട് ഞാൻ പുറത്തുണ്ടായിരുന്നു. അവരൊന്ന് ഹൊയ് വിട്ടാ കേൾക്കുന്ന ദൂരത്തിൽ, നോവോട്ടിൽ നിന്ന് ഹൊയ് വിട്ടാ കേൾക്കുന്ന ദൂരത്തിൽ ഞാനുണ്ടായിരുന്നു, സർവ്വസന്നാഹങ്ങളുമായിട്ട്. അവൾക്ക് TV കണ്ടോണ്ടിരുന്നത്, ഹലോ റൂം നമ്പർ 27 എന്നാണ്, 2 ഫ്രൂട്ട് ജ്യൂസ്, സാൻഡ്വിച്ച്. ഞാൻ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞാൻ നോവോട്ടത്തുണ്ടായിരുന്നു. രാവിലെ സ്പാ, ജിമ്മ്. 9 ദിവസം ഞാൻ ഷിട്ടു ഞാൻ നെഗറ്റീവായി. ആയോ എന്താ ഒരു സന്തോഷമില്ല. ഞാൻ പിന്നെ ഞാൻ അതേ കൊണ്ട് വരിക കേക്കൊക്കെ ആയിട്ട്. അതെ, ഹാപ്പി നെഗറ്റീവ് ഡേ എന്നൊക്കെ. കൊള്ളാം. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ടേക്ക്? ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ ചെയ്യും. എന്താ, എങ്ങോട്ടാ, എപ്പോഴാ? ഫ്യൂച്ചറിൽ പോകും. ഓ, ഫ്യൂച്ചർ. പാസ്റ്റിലോട്ട് പോയിട്ട് കാര്യമില്ല, അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ സംഭവിച്ചത്. മാറ്റാനൊന്നും അങ്ങോട്ട് നിന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് നിന്നിട്ട് അയ്യോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പണിയോ, ഇത്രയും അനുഭവിച്ച പിന്നെ അനുഭവിക്കാം. ഫ്യൂച്ചറിൽ പോകും. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളതൊക്കെ അന്നും മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് അത് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് സെല്ല് ചെയ്യണം. ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെ കാര്യങ്ങൾ വരാണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു രാജുവേട്ടനാവണം. അത് ഇല്ലൂമിനാറ്റി. അത് മറ്റേ അത് പറഞ്ഞ കാര്യം ചെയ്യുന്ന ആളാ. നമുക്ക് പറയാല്ലേ സാറേ, ചെയ്യാറില്ലല്ല. അതെ, നമ്മളാകുമ്പോഴാ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഫ്യൂച്ചറിലേക്ക് അതിനകത്ത് ലെയർ ബൈ ലെയർ ഒന്നും പറ്റത്തില്ല. അതെന്നെ ഞാൻ അവിടെ കൊണ്ട് ചിലപ്പോൾ വിൽക്കും. ഞാൻ എൻ്റെ ഐഡിയ ഞാൻ ചിലപ്പോൾ അല്ല എക്സ്ക്യൂസ് മീ, അതറിയുന്നത് നിങ്ങൾ എൻ്റെ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ ടൈം ട്രാവൽ വരുന്നേ? ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഞാൻ തരാം. അവിടെ എന്തൊക്കെ സംഭവിച്ചു എനിക്ക് വേണ്ട. ഓക്കെ, ഇപ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ എന്തായാലും, ഒബ്വിയസ്ലി. പക്ഷേ
ഇപ്പോഴും ഒന്നെങ്കിൽ അറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്ത ആളായിരിക്കാം, ആരാധിക്കുന്ന ഒരാളായിരിക്കാം. ആ ഇന്ന ആളുടെ ഒരു ഫോൺ കോൾ പെട്ടെന്ന് ഫോണിൽ വന്നാൽ ഞെട്ടിപ്പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൻസൈറ്റിയോ പാനിക് അറ്റാക്കോ അങ്ങനെ വരുന്നൊരു ആളായിരിക്കും. പൃഥ്വിരാജ് രാജുവേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കും അതെ, ഹൈഫൈ. ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പിന്നെ നാട്ടിൽ മാവേലിക്കർ ഉണ്ടായ സമയത്ത് പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ്റെ മാവേലിക്കരുടെ പ്രസിഡൻ്റൊക്കെ അങ്ങനത്തെ ലെവൽ ഫാൻ ആയിരുന്നു. കണ്ടിട്ടുണ്ടോ, 1-2 തവണ ഫാൻസ് മീറ്റിന് പോയി കണ്ടിട്ടുണ്ട്. അതിനുശേഷം 1-2 തവണ ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി ലാലേട്ടൻ മമ്മൂക്കൊക്കെ ആയിട്ട് സംസാരിക്കാനും ഒരുമിച്ചൊരു ഫ്ലോറിൽ നിൽക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ രാജുവേട്ടന് മാത്രം പറ്റിയിട്ടില്ല. അപ്പം എനിക്കത് ഫോണൊക്കെ ഇങ്ങനെ ഒന്നാമത് നമ്പർ അറിയത്തില്ല, ഫാൻസി നമ്പർ, പ്രൈവറ്റ് പാർവതി നമ്പരൊക്കെ ആയിരിക്കും. ഹലോ പൃഥ്വിരാജാണ് എന്താ പോടാ അടുത്തുന്നത്, നീ മറ്റേ മഹേഷ് അല്ലേ, മിമിക്സ് മഹേഷ് അല്ലേ, എനിക്കറിയണം മഹേഷ് ചേട്ടാ. വിശ്വസിക്കത്തില്ല സത്യം. ഞാനൊരു വട്ടം പുള്ളിയായിട്ടൊരു ലൈവ് മറ്റേ കാപ്പ ഇറങ്ങിയ സമയത്ത് യൂഡിൽ ഫിലിംസിന്റെ ഇതിന് ലൈവ് ഇന്റർവ്യൂ ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്. കുറെ ഇല്ലില്ല, ഞാനും പുള്ളി മാത്രമേ ഉള്ളൂ. അത് മറ്റേ കോൾഡ് കേസാ. ഇത് നമ്മുടെ ആ സമയത്ത് കോവിഡിന്റെ ഇതായതുകൊണ്ട് എല്ലാം ലാപ്ടോപ്പ് അങ്ങനത്തെ ലൈവാണ്. അല്ലല്ല, ഇത് 2022 ഡിസംബറിൽ കാപ്പ ഇറങ്ങിയ സമയത്ത്. അത് പുള്ളി ദുബായിലായതുകൊണ്ടാണ് ലൈവ് ആക്കി അങ്ങനെ ചെയ്തത്. എന്റെ മുട്ടിടിക്കോ താഴെ, പക്ഷേ ഇവിടം വരെയല്ലേ ഉള്ളൂ, ലൈവിൽ ഇത്രയല്ലേ വരുള്ളൂ. അതുകൊണ്ട് രാജുവേട്ടൻ നോക്കുമ്പോ കൂളായിട്ട് ഇങ്ങനെ ആടിയിരുന്ന് ചെയ്യുന്നു. രാജുവേട്ടൻ നോക്കുമ്പോ തലയൊക്കെ ഇട്ടതാണ്, ഈ കുട്ടി ഭയങ്കര കൂളാണ്. അത് മാത്രല്ല, പുള്ളിയുടെ അടുത്ത് നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. എത്ര ബുദ്ധിയുണ്ട്, എത്ര പഠിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ, അല്ലെങ്കിൽ പുള്ളി പറയുന്ന ആൻസർ എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം, അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ആവത്തില്ല, അതെ, അതാവത്തില്ല. പുള്ളി സംസാരിച്ച സാധനം മനസ്സിലായി ഡീകോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പുള്ളി അടുത്ത പടത്തിന്റെ പ്രൊമോഷൻ കൊണ്ട് വരും. കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചില്ലേ, ചോദിച്ചു. അപ്പൊ ഞാൻ രാജുവിന്റെ ഉത്തരം പറഞ്ഞു ആ ഉത്തരത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. സത്യം. അങ്ങനെ പുള്ളി എന്തോ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ കയറിയിട്ട് പറഞ്ഞു, രാജുവേട്ടനെ ഇല്ലുമിനാറ്റി ആണെന്ന് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് പിന്നെ ഞാൻ ഓർത്ത് ദൈവം എങ്ങനെ പറയുന്നത് പുള്ളി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. പക്ഷെ പുള്ളി ചിരിച്ചു വിട്ടു. ഓ, അന്ന് എൻ്റെ ഇങ്ങനെ തിരിച്ച് എന്താണ് ഇല്ലുമിനാറ്റി എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചു. എന്താണ് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇവരൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ല, ഏതാണ്ട് ഒരു ചാര നിറത്തില്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ചാര നിറത്തിൽ അധികം പഴുക്കാത്തൊരു സാധനമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിച്ചു നോക്കാൻ പറ്റില്ല രാജേട്ടൻ ദുബായിൽ നിന്ന് വരുമ്പോ കൊണ്ടുപോയ 1 കിലോ. അയ്യോ. ഇപ്പം ജീവയുടെ ഹ്യൂമറിൽ ജീവ ഭയങ്കര ഫേമസ് ആണ്. ജീവയുടെ ഹ്യൂമർ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഒരു സിനിമ, ഒരു ജോൺറ ബേസ് ചെയ്തിട്ടൊരു സിനിമ വരികയാണെങ്കിൽ ഹ്യൂമർ ചെയ്യണം എന്നാണോ, അതോ വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ജോൺറ ചെയ്യണം എന്നുണ്ടോ? ഹ്യൂമർ ഇപ്പം എപ്പോഴും ഞാൻ ഇന്നൻ്റെ ഒരു ഫൺ ലവിങ് പേഴ്സണാണ്. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റും. ചിരിക്കട എന്ന് പറഞ്ഞാൽ ഓടിച്ചാട് നിന്റെ വൈബിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. അതല്ലാതൊരു സാധനം അത് ട്രൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ തന്നെ ഇതിനെനിക്ക് പറ്റുമോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാവും. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. 21 grams ആക്ച്വലി ചിരിക്കുമെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ ബലാത്കാരമായിട്ട് പിടിക്കണം, കൊല്ലുകയൊക്കെ വേണം. അപ്പോൾ ആ ഇമോഷൻസ് ഞാൻ ആ പെർട്ടിക്കുലർ സീൻ മാത്രമാണ് നോക്കി അതങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പ്രീസ്റ്റും അങ്ങനെയാണ്. പ്രീസ്റ്റും അധികം ചിരിയും വർത്താനവും സ്കൂൾ സമയത്ത് മാത്രമുള്ളായിരുന്നു ചിരിയൊക്കെ. ഇനിയിപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഒരു പടം അത് ഇതുപോലെ ഫുൾ ഫണ്ണാണ്. പക്ഷെ ഫണ്ട് ഭയങ്കരമായിട്ട് വർക്കാകും ജീവയെ സംബന്ധിച്ച് എന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷേ അങ്ങനെയും പറയാൻ പറ്റില്ല. കാര്യം ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് തമാശയാണെന്നുള്ള രീതിയിലൊന്നും എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ പിന്നെ ലോകം പുരോഗമിക്കുമ്പോൾ ഇത്രയും ടെക്നോളജിയുടെയും ഇത്രയും ഇൻഫർമേഷൻസും ഒക്കെ നമ്മുടെ പിന്നെ ഫിംഗർ ടിപ്സിൽ കിട്ടുമ്പോൾ നമ്മൾ കുറേ കൂടെ ബ്രോഡ് മൈൻഡഡ് ആവുകയല്ലേ വേണ്ടത്. ശരിക്കും ഒന്ന് കുറേ ആൾക്കാർ ഇൻക്ലൂഡിങ് പുതിയ നമ്മളൊക്കെ യങ്ങർ ജനറേഷൻ കുറേ കൂടെ ഇടുങ്ങി പോവുകയാണെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരാളോട് തമാശ പറഞ്ഞു, അത് തമാശയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു ബേസിക് കോമൺ സെൻസ്. എന്നാൽ നീ എന്തിനാണ് അവനോട് അങ്ങനെ പറഞ്ഞത്, അതങ്ങനെ പറഞ്ഞാൽ ശരിയാണോ, അത് ആളുടെ വാല്യൂസിനെ കെടുത്തുന്നതല്ലേ. ഭയങ്കര
ഭയങ്കര ഡീപ്പായിട്ട് പോകുന്നു. ആർക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഭയങ്കര ലൈറ്റായിട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ, തമാശ ഉപയോഗിച്ച് കളിയാക്കുന്ന മനുഷ്യരുണ്ട് ചിലർ. അപ്പോൾ ഇതിനി കളിയാക്കിയതാണോ അതോ ചുമ്മാ തമാശയായിട്ടാണോ പറഞ്ഞതെന്ന് അവിടെയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യം വിട്ടുപോവാ. ഇപ്പം ഈ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഇന്റലക്ച്വൽ ടോക്സിൽ വരുന്ന ആളല്ല. മോസ്റ്റ് ഒഫെൻസീവ് ടോക്സ് വരുന്നത് അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോടാണ്. അവിടെ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ കളിയാക്കും, അവരുടെ അടുത്തുനിന്ന് കളിയാക്കും. ഞാൻ ഇപ്പോഴും പറയട്ടെ, അതായത് എൻ്റെ നാട് മാവേലിക്കരയിൽ നിന്ന് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടിയ ആ കളിയാക്കലിൽ നിന്ന് കിട്ടിയ, അതിനെ ഓവർകം ചെയ്ത് കിട്ടിയ ആ ധൈര്യമൊക്കെ തന്നെയാണ് ഇപ്പോഴും. അത് ഇപ്പം നമ്മളെയൊക്കെ ഒരു ക്ലാസ്സിൽ ബെഞ്ച് നിർത്തി പെൺപിള്ളേരുടെ മുമ്പിൽ ചാടി, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര നാണക്കേടാണ്. അതൊക്കെ നമുക്കൊരു ധൈര്യം നിന്നിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെ വട്ടം കൂടി, ഇപ്പോഴത്തെ ഭാഷയിൽ ഊക്കുവന്ന വട്ടം കൂടി ഒന്ന് കളിയാക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ ഒരു കള്ളത്തരം പറഞ്ഞു, പിന്നെ ഒരു തള്ളടിച്ചു. അതൊക്കെ പൊക്കിയ എൻ്റെ പൊന്നോ, എനിക്കുണ്ട് അങ്ങനത്തെ കുറേ കഥകൾ. ഞാൻ ചുമ്മാ മുമ്പിൽ ആളാവനോ എന്ന് പറയും, ഉമ്മാനും പറയും. അത് ഇന്നും ഞങ്ങൾ ഈ ഫ്രണ്ട്സ് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയും. അപ്പം അന്ന് അത് അതിൻ്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് നമുക്ക് ഇതിനെ ഫേസ് ചെയ്യും, യുമാരുടെ മുമ്പിൽ പോകണമല്ലോ ദൈവമേ. യുമാർ ഒളിച്ചു നടന്നിട്ടുണ്ട്, ഞങ്ങളെ കാണാതെ യുമാർ ഒളിച്ചു നടന്നിട്ടുണ്ട്. അപ്പം അന്ന് കിട്ടിയ ധൈര്യം നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു അത്യാവശ്യം പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളിയാക്കൽ നമ്മളെ മെൻ്റലി സ്ട്രോങ് ആക്കുമെന്നല്ല, പക്ഷെ ഇതൊക്കെ നമ്മളെ അറിയാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരാളെയും പേഴ്സണലി അല്ലെങ്കിൽ പേർപ്പസ്ഫുള്ളി ദ്രോഹിക്കാത്തടത്തോളം കാലം നമുക്കെല്ലാം ലൈറ്റായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്ന ആളെ എന്നെ ടാർഗറ്റ് ചെയ്ത് വരും, അത് റോങ്. അത് ഇപ്പോൾ ആരാണെന്ന് പറയാം, അത് തമാശയാണെങ്കിലും ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഒരാളെ അയാൾക്ക് വേദന ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിനെ എന്തെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്ത് പറയുമ്പം അത് തെറ്റാണ്. നമുക്ക് അറിയാതെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ അത് ആൾക്ക് വിഷമം ഉണ്ടാക്കുമെങ്കിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് പറയരുത്. പക്ഷേ ഇപ്പോൾ എന്നെ അത്യാവശ്യം എന്ത് കളിയാക്കിയാലും എനിക്ക് ഓക്കെ. കാര്യം എനിക്ക് അത് ആ ഒരു മൂഡിന്, ആ ഒരു ഫണ്ണിന് വേണ്ടി പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം കാലം എന്നെ അത് ബാധിക്കത്തില്ല. അപ്പോൾ ഞാൻ സരിഗമപ്പയിലൊക്കെ ഒരു കോസ്റ്റ്യൂം ഇട്ടു, എന്തുവാടാ ഇത്, എങ്ങനെയുണ്ട്, ഞാൻ തന്നെ അതിനെയൊക്കെ പറയും, എങ്ങനെയുണ്ട് ജയിലിൽ നിന്ന് വന്ന പോലെ. അപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈറ്റായിട്ടും കാണാനാണ് ഇഷ്ടം. എനിക്കത് കോംപ്ലിക്കേറ്റ് പരിപാടി പറ്റില്ല. കാര്യം നമ്മൾ ആലോചിച്ച് ഒരു സാധനം പറയുന്നത് മനസ്സിൽ നിന്ന് പറയുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ആലോചിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് നമ്മൾ ആലോചിച്ച് പറയേണ്ടി വരുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും അഡ്വാൻസ്ഡ് ആയ സമയത്ത്, അത് എന്താ അങ്ങനെയെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. ശരി, ഭയങ്കര ഫാബ്രിക്കേറ്റഡ് ആയി പോകും. ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുക, അത് ആക്ടർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മളത് കാണുക. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, ചിരിച്ചു. അത് ചിരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ. പ്രശ്നത്തിന് അവർ ചിരിച്ചു, നിനക്കൊന്നും വേറെ പണിയില്ലടാ. അങ്ങനെ എനിക്ക് എന്നോടൊക്കെ ഭയങ്കര എന്താ ഇങ്ങനെയെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ പോഡ്കാസ്റ്റിന് ആഴെ ഉണ്ടാവും, പിന്നെ ഇവനേതാ ഇവനാരാ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനും അപർണയും കൂടി കളർ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങൾ വെളുത്തതായതുകൊണ്ട് അല്ലെങ്കിൽ അപർണ വെളുത്തായതുകൊണ്ട് നല്ലതാണെന്നോ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അടിയിലും വന്നിട്ട് നിങ്ങൾ വലിയ വെളുത്തവർ മേക്കപ്പ് കളഞ്ഞാൽ അറിയാൻ പറ്റും എന്നുള്ള സാധനം വരും. അതിപ്പം എന്ത് പറഞ്ഞാലും അതങ്ങനെ. ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം. അമ്മയെ തല്ലുന്നതിന് എവിടെയെങ്കിലും ന്യായം പറയാൻ പറ്റും, പക്ഷെ അതിനും രണ്ട് പക്ഷമുള്ള നാടാണ് നമ്മുടെ. അപ്പം പിന്നെ അത് വന്ന് ഒരു ഫെയർ ക്രിറ്റിസിസം ആണെങ്കിൽ നമുക്ക് തിരുത്താൻ, അല്ലെങ്കിൽ ഓക്കെ ഇതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലോ റോങ് ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകാനാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ ആൻഡ് ഫെയർ. പക്ഷേ ചിലർക്ക് അതല്ല, ചിലർക്ക് എന്ത് ചെയ്താലും പറ്റൂല, വേറൊന്നും ചെയ്യാനില്ല, അത് അവരുടെ ഇടുങ്ങിയ ചിന്താഗതി എന്ന്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ തോട്ട് കൊണ്ട് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം ആ തോട്ട് കണ്ട് ആ തോട്ട് കേട്ട് ക്യാരിഡ് അവേ ആയി പോകുന്നവരുണ്ട്. അങ്ങനെ ആവാതിരിക്കുക. നമുക്ക് ഐദർ നമ്മളൊരു സാധനത്തെ കണ്ട് നമുക്കത് കൺസീവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്ത് വിടാം. പക്ഷെ വേറൊരാൾ വിടുന്ന റൂട്ടിൽ കൂടെ പോകരുത്. മനസ്സിലായി. എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എന്തോരം സമയം കിട്ടും ആ തോട്ട് മാറ്റാൻ. എന്നിട്ടും ആ
ടൈപ്പ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അത് വായിച്ച് നോക്കിയിട്ടും അത് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം. ശരിയാ. ഇപ്പോൾ ഈ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്യുമായിരുന്നു വണ്ണം കുറഞ്ഞിട്ട് വെച്ച സമയത്തൊക്കെ. അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെങ്കിലും ഞാൻ എന്നെ നേരെ തിരിച്ച് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് ഇനി ഒരു പട്ടി എന്നെ ബോഡി ഷെയിം ചെയ്യരുത്. എന്താ പ്രശ്നം അറിയോ, ഇപ്പം പറഞ്ഞേക്ക് അത് മോട്ടിവേഷൻ ആയിട്ട് തോന്നി, വേറൊരാൾക്ക് ചിലപ്പോൾ ഭയങ്കര ചിലപ്പോൾ ആൾ വിചാരിച്ചിട്ട് കുറയുന്നില്ല. ഇപ്പം എല്ലാവർക്കും വിചാരിക്കുന്ന പോലെ ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് തടിക്കത്തില്ല, പക്ഷെ ഞാൻ ഗ്രാജുവലി തടിക്കാന്ന് വിചാരിക്കും. ഞാൻ ഒരാഴ്ച വർക്കൗട്ട് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഒതുങ്ങി കിട്ടും. എല്ലാവർക്കും അങ്ങനെ ആവത്തില്ല. അപ്പം ചിലപ്പോൾ ആൾക്കും ഉണ്ടാവും എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുണ്ടാവും, പക്ഷെ അത് പറ്റുന്നില്ലായിരിക്കും. അപ്പം വേറെ ആളോ ഒരു തേർഡ് പാർട്ടി ഫ്രണ്ട്സോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ഗ്രൗണ്ട്സിലുള്ള കളിയാക്കൽ എന്നല്ല, നമുക്ക് അറിയാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളങ്ങനെ പറയാൻ പറ്റും, സങ്കടം വരും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. നിങ്ങൾക്ക് പിന്നെ വേറെ ആരോടും പറയാൻ പറ്റാത്തത് അല്ല സോഷ്യൽ മീഡിയ വന്ന് പറയേണ്ടത്. നിങ്ങൾക്ക് വേറെ ആളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വന്ന് പറയേണ്ടത്. കാര്യം അവിടെ നിങ്ങൾ വേറെ ആൾ പറഞ്ഞാൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളപ്പോൾ അവിടെ പറയും. ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാൻ തോന്നത്തില്ല. സത്യമാണ്. ഈ ഹ്യൂമറിൻ്റെ കാര്യം നമ്മൾ ഒത്തിരി മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുക. പണ്ട് സുരാജേട്ടനില്ലേ, സുരാജ് വെഞ്ഞാറമ്മൂട്, പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ചിരിപ്പിക്കുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സങ്കടം എപ്പോഴും ഒളിച്ച് കിടപ്പുണ്ടായിരിക്കും. അത് പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും ജീവയെ പോലെ ഭയങ്കരമായിട്ട് ഫണ്ണായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാൾ. പക്ഷേ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും കാണും ഒരു ചെറിയ വിഷമം. ഞാൻ ജീവ ഒരു വട്ടം മാത്രമേ കരഞ്ഞും വിഷമിച്ചും കണ്ടിട്ടുള്ളൂ. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്ന് വെച്ചെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്നും പിന്നെ ഷെയർ ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ ആ എക്സ്പീരിയൻസിൽ നിന്ന് ജീവിതത്തിൽ പഠിച്ചൊരു പാഠം എന്താ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേക്ക് അവേ എന്തായിരുന്നു? അല്ല, ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും കൊണ്ടുവന്നിട്ടുള്ള ആളല്ല. എനിക്ക് ചാനലിലാണേലും സിനിമയിലാണേലും എനിക്ക് ഗോഡ് ഫാദേഴ്സ് ഇല്ല. എന്നെ ഒരാൾ ബാടാ ഇന്ന റൂട്ടിൽ പോയാൽ നിനക്ക് കാര്യങ്ങൾ നടപടിയാവും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നങ്ങനെ എനിക്ക് അങ്ങനെ വഴി തെളിച്ച് കൊണ്ടുവന്നൊരു മെൻറ്ററോ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പോകുന്ന യാത്രയിൽ വന്നു ചേർന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഫൈനാൻഷ്യലി ആണെങ്കിലും പിന്നെ ഒക്കെ ഞാനെല്ലാം മൈനസിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ 9ാം ക്ലാസ് വരെ ആയിരുന്നു പപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എൻ്റെ പപ്പയോടായിരുന്നു. അപ്പോൾ പപ്പ ഇല്ലായിരുന്നു. പപ്പ 9ാം ക്ലാസ് ഒരു രാത്രി പെട്ടെന്ന് പോവുക. അപ്പോൾ 9ാം ക്ലാസ്സുകാരനത് മനസ്സിലാക്കി. പക്ഷേ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പെട്ട കാര്യം, ഞാനും എൻ്റെ പപ്പ അത്രയും ക്ലോസാണ്. ഞാനും പപ്പ ആനിയും ഞങ്ങൾ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അരിഞ്ഞു കൊടുക്കും. അന്ന് മുതലുള്ള കുഞ്ഞ് ക്ലീൻ ചെയ്ത് കൊടുക്കും, ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഞങ്ങൾ ഒരുമിച്ച് കുളിക്കും. ലൈക്ക് കിണറ്റും കരയെന്ന് ഞാൻ പപ്പയെ കെട്ടിപ്പിടിച്ച് ഞാൻ പപ്പയാണ് തൊട്ടിൽ വെള്ളം കോരി ഒഴിക്കുന്നത്. അപ്പോൾ ആ ആളൊരു രാത്രി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ് മുന്നോട്ടെന്നുള്ളത് അറിയത്തില്ല. പിന്നെ അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെയും കൂടാണ്. അപ്പം പിന്നെ ഫാമിലി റൺ ചെയ്യണം. അപ്പോൾ അമ്മയ്ക്ക് പുറത്തേക്ക് പോകാനൊരു ചാൻസ് വരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം അമ്മയുടെ കൂടെ പോകുന്ന എൻ്റെ നാട്ടിൽ നിന്ന് അങ്കമാലിയിലൊക്കെ വരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് അവിടെ എത്തിയെന്ന് പറഞ്ഞൊരു വിവരം വന്നു. പിന്നെ വിവരമൊന്നുമില്ല. അപ്പം ഞാനിടയ്ക്ക് ലാൻഡ് ഫോണാണ്. അന്ന് അമ്മച്ചിയൊക്കെ ഉള്ള സമയത്ത് അമ്മച്ചിയോടേക്ക് ലെറ്റർ വന്നു, ഇല്ല ഫോൺ കോൾ വന്നു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ 6-8 മാസം കഴിഞ്ഞിട്ടാണ് ഫോൺ കോൾ വരുന്നത്. അപ്പോൾ അതുവരെ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിലായി. അവിടെ എനിക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു യൂണിഫോം ഇട്ടുകൊണ്ട് പോകില്ല. എൻ്റെ സീനിയേഴ്സ് ഉപയോഗിച്ച യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ട്. ലൈക്ക് പള്ളിയിലുള്ള ചേട്ടന്മാർ ഉപയോഗിച്ച യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു നല്ല ചെരുപ്പില്ലായിരുന്നു. അപ്പം അമ്മ ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് അമ്മ ഒരു ചെരുപ്പ് കൊണ്ടുവന്നപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം എനിക്കിന്ന് പിന്നെ എനിക്ക് വിചാരിച്ച 5-10 ഷൂസ് എനിക്കിപ്പോൾ വാങ്ങിക്കാൻ ദൈവം എനിക്ക് പിന്നെ അതിനുള്ള വഴി തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ അന്നത്തെ ഷൂ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയാണ് ഞാൻ ഇന്നും ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത്. അന്നത് പൊട്ടിയ വാങ്ങിച്ചു തരാൻ ഇല്ല. അന്ന് ഞാനിപ്പോഴും നമ്മൾ പൈസ സമ്പാദിക്കും, ഞാൻ എന്തെങ്കിലും സാധനം ആഗ്രഹിച്ച് വാങ്ങിക്കും. അപ്പോൾ എനിക്കത് അന്ന് മുതലുള്ള ആഗ്രഹമാണ്. ഞാൻ അത് കഴിഞ്ഞ ശേഷം അമ്മ പിന്നെ 2ാമത് കല്യാണം കഴിച്ചു. പിന്നെ ഡാഡിന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഡാഡിയുടെ ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാര്യം പുള്ളി ഭയങ്കര സ്റ്റാൻഡേർഡിൻ്റെ ആളായിരുന്നു. നമ്മൾ കൂട്ടുകാരെ അളിയാന്ന് വിളിക്കുന്ന ഡാഡിക്ക് കാര്യം വി ഹാവ് ടു അഡ്രസ് ഹിം ലൈക്ക് പ്രോപ്പർ വേ, പേര് വിളിച്ച് നമുക്കത് പറ്റും. നമ്മൾ അളിയ എന്താടാന്നൊക്കെ വിളിച്ച് നമുക്കത് പെട്ടെന്ന് മാറിയില്ല. പിന്നെ ഞങ്ങൾ ഡാഡിയുടെ വഴിയിലേക്ക് എത്തുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഡാഡി ഞങ്ങളിലേക്ക് ഇറങ്ങി. അപ്പം പെട്ടെന്ന് ഡാഡിയും മരിച്ചു. അപ്പോൾ ഡാഡി മരിക്കുന്ന സമയത്ത് ഞാൻ സൂര്യ മ്യൂസിക്കിൻ്റെ ഫ്ലോറിൽ നിൽക്കുക.
അപ്പം എന്നോട് വിളിച്ചു പറഞ്ഞാ അനിയനെ വിളിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ് ഡാഡി പോയി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞ് ഞാനതിങ്ങനെ കേട്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത് ജീവ കോളിന് സമയമായി എന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്ത് നേരെ ലൈവിലേക്ക് കയറാം. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്തെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ആ ലൈഫിലെ ഓരോ സമയത്തും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ വന്നതും അതിനെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ. ഇപ്പം ഞാൻ പറയാം, ഫ്ലോറിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഡീൽ ചെയ്യാം. അതാണ് എനിക്കൊരാളെ പക്ഷേ സങ്കടപ്പെടുന്ന കാണുമ്പോൾ മാത്രം, നമ്മൾ അങ്ങനെ സങ്കടപ്പെടുമ്പോൾ നമ്മൾ ലൈഫിൽ ഇങ്ങനെ പല സിറ്റുവേഷൻസും ആലോചിക്കും. ഇപ്പോഴും നമുക്കറിയാവുന്ന ഉള്ള ഒരാൾ ബുദ്ധിമുട്ടെന്ന് കണ്ടാൽ എനിക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷെ കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യമുണ്ട്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓക്കെ, നമ്മളെ നാളെ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ പറയാമല്ലോ, അങ്ങനെ വെറുതെ ഒന്നും വന്നതല്ല, നല്ലോണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ട് അങ്ങനെ കിട്ടുമ്പോഴായിരിക്കും അതിനൊരു സുഖമുള്ളത്. ഇപ്പോഴും നമ്മൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്കൊരു എമൗണ്ട് മാസം വരും, അതിന് ഇത്ര EMI കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കണം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണം. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനാൻഷ്യൽ ലയബിലിറ്റി. അപ്പോൾ എന്നോട് പറയും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ പറയും ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ചിലപ്പം കുറേ പൈസ കിട്ടും, കുറേ ഷർട്ട് വാങ്ങി ഷൂ വാങ്ങി ട്രാവൽ ചെയ്യും, കഴിഞ്ഞില്ലേ. പിന്നെയും ഇതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ട്. അന്ന് തരാനുള്ള പൈസ തന്നില്ലല്ലോ, അയ്യോ ചേട്ടാ ഒരാഴ്ചയും കൂടെ കുറച്ച് പൈസ വരാനുണ്ട്. അപ്പോൾ അതായിരിക്കും നമുക്ക് എല്ലാ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇതെല്ലാം എന്നെ ഇന്നിപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെ പാകപ്പെടുത്തിയെടുത്തതൊക്കെ ഈ പറയുന്ന സിറ്റുവേഷൻസും എക്സ്പീരിയൻസസും ഒക്കെയാണ്. ജെനുവിനായിട്ട് കഷ്ടപ്പെട്ടാൽ നമ്മൾ വിചാരിക്കുന്നിടത്തെത്തും എന്നുള്ളതിനുള്ളൊരു തെരുവാണ് ജീവിക്കുക അല്ലേ? അത് ജെനുവിനായിട്ട് കഷ്ടപ്പെട്ടാലെന്ന് മാത്രമല്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ കഷ്ടപ്പെട്ട് ഒരേപോലെ എത്തണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ആഗ്രഹം ഭയങ്കര പ്യുവറാണെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ അത് കുറച്ച് ലേറ്റ് ആയാലും പുള്ളി എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വഴിയിൽ എനിക്കൊന്ന് മേലെ കയറാൻ വേണ്ടി ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ പോലും വിഷമിപ്പിച്ചിട്ടുമില്ല, മനഃപൂർവ്വം കേട്ടോ. വിഷമിപ്പിച്ചിട്ട് അറിയാതെ നമ്മൾ പലരെയും വിഷമിപ്പിക്കുക, നമുക്ക് അറിയത്തുമില്ല, നമ്മൾ പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. അങ്ങനെ നമുക്ക് വളരാൻ വേണ്ടി ഒരാളെയും ചവിട്ടിയിട്ടുമില്ല. ഒരാളുടെ ചാൻസ് എടുത്തപ്പോൾ നമ്മളുടെയും കൂടെ കൊടുത്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ പറയാൻ വേണ്ടി പറയുമല്ല, കുഴപ്പമില്ല. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത ആൾ എന്നെ പറ്റി ആളോട് മോശമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ആളെ പോയി വഴക്ക് പറയാൻ പറ്റത്തില്ല, ആളോട് എനിക്ക് പരിഭവം പറയാൻ പറ്റത്തില്ല. ആളങ്ങനെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളോട് ദേഷ്യം വന്നു, നമുക്ക് ദേഷ്യം തോന്നുക, നമ്മൾ ദേഷ്യപ്പെട്ടു. അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് നമ്മളെ ഈസി ആയിട്ട് നമ്മുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റത്തില്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ കുറച്ച് കാര്യങ്ങൾ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, അത് എനിക്കൊന്നും മാറത്തില്ലെന്ന് തോന്നുന്നു. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കടാ. ചിലപ്പം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നമുക്ക് പലതും പറയാൻ പറ്റും. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കുക, അതൊക്കെ ആയിരിക്കും. ദേഷ്യം വരത്തില്ലെന്നൊന്നുമല്ല, പക്ഷെ അങ്ങനെ അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എവിടെയും ഇട്ടിട്ടില്ല. ഇത്ര എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ആണ് വരുന്നതെന്ന് എനിക്ക് തോന്നിയാലും പെട്ടെന്ന് അതൊക്കെ ക്ലിയർ ആക്കി ഇത് ഇത്രയേ ഉള്ളായിരുന്നു, കൊള്ളാലും ഇത് ഇത്രയേ ഉള്ളൂ ആ സാധനം, അങ്ങനെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി ഇതുകൊണ്ടായിരിക്കും നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല. അവൻ ആരെയും ദ്രോഹിക്കാതെ അവൻ്റെ പരിപാടി നോക്കി പോകുന്നുണ്ട്. ഈ ഇത്രയും വലിയ പ്രശ്നം അവന് വേണ്ട, ഇച്ചിരി മാറിക്കൂടെ റെഡിയാക്കുക. അങ്ങനെ പുള്ളി എന്നെ ഗൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാ? അമ്മയാണ്. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, എൻ്റെ ഫാമിലിയെ രണ്ടറ്റം ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ സ്വന്തം സുഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അനിയത്തിയെയും അനിയനെയും അമ്മയും അച്ഛനെയും ഹസ്ബൻഡിനെയും ഞങ്ങളെയും ഒക്കെ നോക്കുന്നത് എനിക്ക് ഒരിക്കലും അത് അമ്മയാണ്. ഒന്ന് ചിന്തിക്കേണ്ടി പോലും വന്നില്ല ആൻസർ. അത് ഞാനിപ്പോൾ എല്ലായിടത്തും പറയും. ഇപ്പോഴും ഞാൻ ചിലപ്പം എല്ലാ ദിവസവും അമ്മയ്ക്ക് മെസ്സേജ് അയക്കത്തില്ല, അത് അമ്മയ്ക്കും അറിയാം. അത് തിരക്കുകൊണ്ടൊന്നുമല്ല. പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ ലൈക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയച്ച് ലൈവാക്കി നിർത്തേണ്ട ഒരു റിലേഷൻ അല്ലല്ലോ. കൃത്യമായിട്ട് ഇപ്പം ഞാൻ ഇന്ന് അയച്ചില്ലേ നാളെ വരും, എവിടാ മോളെ നിൻ്റെ മോളെ വിളി. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴും പുള്ളിക്കാരത്തേക്ക് വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി വർക്ക് ചെയ്യും, നല്ലതല്ലേ, ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. അപ്പോൾ അനിയൻ പറഞ്ഞു എന്തിനാണ്
ഇവിടുന്ന് ഞാൻ പറഞ്ഞു പിന്നെ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ മോശം. ഞാൻ പറഞ്ഞു അതെന്തിനാ ആലോചിക്കുന്നത്, മമ്മായിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പണ്ട് മമ്മായിക്ക് വർക്ക് ചെയ്യേണ്ടെന്ന് തോന്നിയ സമയത്ത് പിന്നെ പോകേണ്ടതായിട്ട് വന്നിട്ടില്ലേ നമ്മളെ നോക്കാൻ വേണ്ടി. ഇപ്പം ആഗ്രഹമുണ്ട്, പോയിട്ട് വരട്ടെ, ആഗ്രഹമുള്ളിടത്തോളം കാലം വർക്ക് ചെയ്യട്ടെ, അതിലൊന്നും ഒരു ഇതില്ല. അത് എനിക്കറിയാം ചില സ്ഥലത്ത് എന്നെ വിളിക്കും, ഇവിടെ നിന്റെ ഫാൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര പ്രൗഡ് ഫീൽ അല്ലേ? അമ്മ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരാൾ ടേക്ക് കെയർ ചെയ്യുന്ന, സ്വന്തം കാലം നിൽക്കുന്ന, അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരാളാണ്. അപ്പോൾ ആയുഷ്യം ആരോഗ്യം ദൈവം കൊടുക്കുന്നിടത്തോളം കാലം എന്താണോ ആഗ്രഹമുള്ളത് അത് ചെയ്യട്ടെ. അതല്ല എൻ്റെ കൂട്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ അപർണയോടും പറയും, എന്താ ആഗ്രഹം അത് ചെയ്യും. അതല്ല കല്യാണം കഴിച്ചെന്നും പറഞ്ഞ ആഗ്രഹങ്ങളൊന്നും അതൊന്നുമല്ല. നമുക്കൊരു ഒരു ലൈഫല്ലേ ഉള്ളൂ. വേറൊരാളുടെ തോളെ കയറാൻ പോകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആഗ്രഹം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. പിന്നല്ല, അടിപൊളി. ജീവയെ ഞാൻ കുറച്ച് തമാശയിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടത്. പക്ഷെ പോട്ടെ, എന്തായാലും ഇന്നിവിടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ഞാൻ ഒത്തിരി ചിരിച്ചു. ഇനി ഇതൊന്നുമല്ല, ഞാൻ വെറുതെ ഒറ്റയ്ക്ക് വല്ലതും ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ഓർത്തിട്ട് ഞാൻ ചിരിക്കാൻ പോകുന്നത്. ഇതുപോലായിരുന്നു കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓരോന്നൊക്കെ ഓർത്തിട്ടിരുന്ന് ചിരിക്കുമായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. അത് അപർണയും കൂടി ഉണ്ട്. ടാസ്കും അതെ. പിന്നെ അപർണയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അപർണയും ജീവയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയത്തില്ല, കോമഡി അല്ലാതെ ഒന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ധന്യ ചേച്ചിയുടെ പോഡ്കാസ്റ്റിലെ ഇന്റർവ്യൂവിൽ മാത്രമാണ് നിങ്ങൾ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് ശരിയാ കുറെ കാമായിട്ടിരുന്ന് സംസാരിച്ച്, ബാക്കിയെല്ലാം ലൈക്ക് ഫൺ. അത് കുറച്ചുകൂടെ പക്ഷെ അങ്ങനെയുള്ള ഇടയ്ക്ക് സംസാരം വരുന്നതല്ല. അതെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇത് അൺഫിൽറ്റേഡ് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഓടി പറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ വരണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അൺഫിൽറ്റേഡിൽ. അവരൊക്കെ വരട്ടെ. രാജുവേട്ടനൊക്കെ ആയിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ ഭാഗമാകാൻ പറ്റട്ടെ. അത് അൺഫിൽറ്റേഡിൽ ഉടനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിൽ. ആൻഡ് ഫിൽറ്റേഡിലെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. ഇത്രയും സഹിച്ചത്. അതെ, നിങ്ങൾക്ക് എന്തൊരു ദുരഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ കാണുമല്ലോ. ഓക്കെ, പ്ലീസ് വെൽക്കം ആൻഡ് ബൈ. താങ്ക് യു.